ഓക്കെ. അപ്പൊ നമ്മുടെ സെൽഫ് അപ്ഡേഷൻ സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സെൽഫ് കെയറിലാണ്. ഓക്കെ. നമ്മുടെ സെൽഫിനെ ആദ്യം കറക്റ്റ് ആക്കണം. നമ്മുടെ ഫൗണ്ടേഷൻ കറക്റ്റ് ആക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ സെൽഫിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ. അപ്പം അതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾക്ക് ലൈഫിൽ ക്ലാരിറ്റി തരുന്നതും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഡയറക്ഷൻ തരുന്നതും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി നിങ്ങൾക്കുള്ളിൽ നിന്ന് ഒരു തോന്നലായിട്ടാണ്. ഓക്കെ. അപ്പൊ ഈ തോന്നല് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, നിങ്ങൾ സെൽഫിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ക്ലാരിറ്റി കിട്ടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, കറക്റ്റ് ആയിട്ടുള്ള അതിന് ആക്ഷൻസും കാര്യങ്ങളും എടുക്കാൻ പറ്റുക. ഓക്കെ. അങ്ങനെ ആക്ഷൻസ് എടുക്കുമ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, നമ്മുടെ മൈൻഡ് എന്നുള്ളത്. ഓക്കെ. അപ്പം എങ്ങനെയാണ് ഈ ഒരു സൊസൈറ്റിയിൽ ഈ ആൾക്കാരുടെ ഇടയിൽ എനിക്ക് എങ്ങനെ ആക്ഷൻസ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈൻഡ് നമുക്ക് ക്ലാരിറ്റി തരാം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മൈൻഡ് നമ്മുടെ ഒരു തൊഴിലാളി അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൂൾ ആയിട്ട് നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുക, സക്സസിലേക്ക് എത്താൻ പറ്റുക, അല്ലെങ്കിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾക്ക് സന്തോഷമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ദുഃഖം അല്ലെങ്കിൽ ടെൻഷൻ സ്ട്രെസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ. അപ്പൊ മൈൻഡിനെ നമ്മുടെ കൺട്രോളിലാക്കണം, അല്ലെങ്കിൽ മൈൻഡിന്റെ മേലെ നമ്മൾ ഇരിക്കണം. ഓക്കെ. അപ്പോഴാണ് എന്ത് ചെയ്യാം, നമ്മൾക്ക് സന്തോഷകരമായിട്ടുള്ള ലൈഫും അതിലൂടെ തന്നെ സക്സസിലേക്ക് എത്താൻ പറ്റുക. ഓക്കെ. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡ് സെറ്റ്. ഓക്കെ. മൈൻഡ് സെറ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലെ. ഓക്കെ. നമ്മുടെ ഉള്ളിൽ നമ്മളെ പറ്റിയിട്ടും ലോകത്തിനെ പറ്റിയിട്ടും എന്തൊക്കെ വിശ്വാസങ്ങൾ അടങ്ങിയിട്ടുണ്ടോ, അതൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു സെറ്റ്. ഓക്കെ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൈൻഡ് സെറ്റ് എന്ന് വിളിക്കുന്നത്. ഈ മൈൻഡ് സെറ്റ് നന്നായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ്, നമ്മുടെ സക്സസിലേക്ക് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ആവശ്യമുള്ളത് അത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്, ഒരുപാട് ക്ലാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഐഡിയാസും ഞാൻ ഇവിടെ എടുത്തിട്ട് യാതൊരു കാര്യമില്ല, ലോകം മൊത്തം ചീത്തയാണ്, അല്ലെങ്കിൽ എന്നെ ആരും സപ്പോർട്ട് ചെയ്യില്ല എന്നൊരു ധാരണയാണ് ലോകത്തിനെ പറ്റിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കത് എടുക്കാൻ തോന്നൂല. ഓക്കെ. അപ്പം ഐഡിയാസും ക്ലാരിറ്റിയും വന്നതിന് ശേഷം നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റും കൂടി ഉണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മൾക്ക് അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ആ സ്റ്റെപ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ പറഞ്ഞു, അത് ഉണ്ടായത് നമ്മുടെ കൺട്രോളിലല്ല. നമ്മൾ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ആയിട്ടുള്ള നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ്. പക്ഷെ വൺസ് അത് ഡെവലപ്പ് ആയെങ്കിൽ കൂടിയും ഈ ഒരു അവയർനെസ് കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയാം. ഓക്കെ. അപ്പം മൈൻഡ് റീപ്രോഗ്രാമിംഗ് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും, എന്നാൽ വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനാണ് നമ്മൾ കോഴ്സുകളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഞാനാണെങ്കിലും ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത്. ഓക്കെ. ഇതുപോലെ നമുക്ക് വളരെ ഗ്രാജുവൽ ആയിട്ട് പതുക്കെ 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 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, മൈൻഡ് റീപ്രോഗ്രാമിംഗ് നടത്താം. ഓക്കെ. അതിന് നമ്മളുടെ വളരെയധികം എഫേർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമുണ്ട്. ഓക്കെ. അപ്പം ആ ഒരു ഗ്രാജുവൽ പ്രോസസ്സിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, കഴിഞ്ഞ ക്ലാസ്സിലും ഇനിയുള്ള ക്ലാസ്സുകളിലുമായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പം മൈൻഡ് സെറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഇനി നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കി മാറ്റുക എന്നതാണ് പറയാൻ പോകുന്നത്. അതിന് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏതൊക്കെയാണ്? ലാസ്റ്റ് നമ്മൾ മൈൻഡ് സെറ്റ് നമുക്ക് ഇനി റീപ്രോഗ്രാം ചെയ്യാനായിട്ട് ആ ഒരു ഗ്രാജുവൽ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേ. നമ്മുടെ കൺട്രോളില് നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണത്? ഓർമ്മയില്ലായിരിക്കും. ഓക്കെ. ഒന്ന് എന്താണ്, നമ്മുടെ ലൈഫ് മാറ്റിമറിക്കാനായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റി നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ തോട്ട്സ് ആണ്. നമ്മുടെ കൺട്രോളില് അല്ലെങ്കിൽ നമുക്ക് മാറ്റാനായിട്ട് പറ്റുന്ന ഒരു സംഭവം എന്താണ്, നമ്മുടെ തോട്ട്സ് ആണ്.
ഓക്കെ. ഫസ്റ്റ് വൺ നമ്മുടെ തോട്ട്സ്. രണ്ടാമത്തത് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഉള്ളിലെ ബിലീഫ്. ഞാൻ പറഞ്ഞു നമ്മുടെ ഉള്ളിൽ ഓൾറെഡി എല്ലാത്തിനെ പറ്റിയിട്ടും ധാരണകളുണ്ട്. നമ്മള് ജീവിതത്തിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ധാരണകളുണ്ട്. നമുക്കറിയാലോ ചെറുപ്പം മുതല് കുട്ടികൾ ജനിച്ചിട്ട് കുറച്ച് ഒരു വയസ്സായ മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഉമ്മ ഇതെന്താ? അമ്മ ഇതെന്താ? അതൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പൊ അമ്മ എന്ത് എക്സ്പ്ലനേഷൻ ആണോ കൊടുക്കുന്നത്? അച്ഛൻ എന്ത് എക്സ്പ്ലനേഷൻ ആണോ കൊടുക്കുന്നത്? അല്ലെങ്കിൽ പിന്നീട് ഫ്രണ്ട്സ് എന്ത് എക്സ്പ്ലനേഷൻ ആണോ കൊടുക്കുന്നത്? ടീച്ചേഴ്സ് എന്ത് എക്സ്പ്ലനേഷൻ ആണോ കൊടുക്കുന്നത്? അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഉള്ളിൽ എല്ലാത്തിനെ പറ്റിയിട്ടും ധാരണകൾ കയറിയിട്ടുണ്ട്. ചിലത് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കയറിയിട്ടുണ്ടാവും, ചിലത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കയറിയിട്ടുണ്ടാവും. അങ്ങനെയാണ് മൈൻഡ് സെറ്റ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ആവുന്നത്. അപ്പൊ ഇങ്ങനെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ആയി കഴിഞ്ഞാല് പിന്നെ ഈ മൈൻഡ് സെറ്റിനനുസരിച്ചുള്ള തോട്ട്സ് ആണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ. നമ്മുടെ മൈൻഡ് സെറ്റ് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട് എന്ത് ചെയ്യും? നമുക്ക് പിന്നെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. എന്നാ നമ്മുടെ മൈൻഡ് സെറ്റിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ധാരണകൾ കയറിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തോട്ട്സ് ആണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ വരുന്ന തോട്ട്സുകൾ പലപ്പോഴും എന്തല്ല ഫുള്ളി പോസിറ്റീവ് അല്ല, എന്നാൽ ഫുള്ളി നെഗറ്റീവ് അല്ല. അത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൈൻഡ് സെറ്റിനെ മാറ്റി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ തോട്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല രീതിയിലേക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റും പറയാം നമുക്ക്. ഓക്കെ. നമ്മുടെ തോട്ട്സ് നമ്മൾ ഇന്റൻഷനലി നമ്മൾ മനഃപൂർവ്വം നമ്മുടെ തോട്ട്സ് മാറ്റുമ്പോൾ എന്ത് ചെയ്യും? പതുക്കെ പതുക്കെ എന്തും മാറും? നമ്മുടെ മൈൻഡ് സെറ്റും മാറുന്നുള്ളതാണ്. ഓക്കെ. ഒരു പാലവട്ട അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന പോലെ മൈൻഡ് സെറ്റിനനുസരിച്ചുള്ള തോട്ട്സ് ആണ് നമുക്ക് വരിക. ഓക്കെ. അപ്പൊ മൈൻഡ് സെറ്റ് മാറ്റി കഴിഞ്ഞാൽ അത് റീപ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന തോട്ട്സിന്റെ നാച്ചുറാലിറ്റി എന്ത് ചെയ്യും? മാറ്റാനായിട്ട് പറ്റും. ഇതുപോലെ നേരെ തിരിച്ചും നമ്മുടെ തോട്ട്സ് നമ്മൾ ഇന്റൻഷനലി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് എന്തും പതുക്കെ പതുക്കെ മാറി തുടങ്ങും. നമ്മുടെ മൈൻഡ് സെറ്റ് മാറി തുടങ്ങും. ഓക്കെ. അപ്പം നമ്മുടെ തോട്ട്സ് നമ്മൾ മാറ്റി പറയുമ്പം അത് നാച്ചുറൽ അല്ല ഒരു പക്ഷെ. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യണം? ഇന്റൻഷനലി നല്ല നല്ല ചിന്തകൾ എന്ത് ചെയ്യണം? നമ്മൾ മനഃപൂർവ്വം ഇട്ട് കൊടുക്കണം. ഓക്കെ. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. ഓക്കെ. മൈൻഡ് സെറ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന തോട്ട്സ് എന്തായിരിക്കും? നാച്ചുറൽ ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും. ഓക്കെ. ഒരു മിനിറ്റ് ട്ടോ. ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഓക്കെ. അപ്പം നമ്മള് ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മുടെ തോട്ട്സ് എന്ത് ചെയ്യാൻ പറ്റും? മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ തോട്ട്സിന് പറ്റും. ഇപ്പൊ ഇന്റൻഷനലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാനായിട്ട് പറ്റും. ഇന്റൻഷനലി ആയിട്ടുള്ള നല്ല തോട്ട്സുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ തോട്ട്സ്? എന്താണ് അതിന്റെ പവർ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വാട്ട് ഈസ് തോട്ട്സ്? ഓക്കെ. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ. തോട്ട്സിന്റെ പവർ നമുക്ക് മനസ്സിലാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ. നമ്മള് വലിയ വലിയ അത്ഭുതങ്ങള്, ലോകാത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടാവും. താജ്മഹൽ കണ്ടിട്ടുണ്ടാവും. ചിലപ്പം നമ്മുടെ ഈഫൽ ടവറിന്റെ പിക്ചേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ. ഇതുപോലെ ഒരുപാട് മിറാക്കുലസ് ആയിട്ടുള്ള കടലിന്റെ അടിയിൽ കൂടെ റോഡും അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്സും ഒരുപാട് മനുഷ്യന്മാര് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് മിറാക്കിൾസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ബിൽഡിങ്സുകള്, വണ്ടേഴ്സുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ. ഈ മിറാക്കിൾസ് ആണെങ്കിലും ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിലും ഇത് ആദ്യം അത് എവിടെയാ വന്നിട്ടുണ്ടാവുക? യെസ്, റൈറ്റ്. അത് ആദ്യം വന്നിട്ടുണ്ടാവുക ഒരാളുടെ ചിന്തകളിലാണ്. താജ്മഹൽ ഉണ്ടാക്കുന്ന ആള് ആദ്യം താജ്മഹലിന്റെ പിക്ചർ എവിടെ വന്നിട്ടുണ്ടാവും? അയാളുടെ ചിന്തകളിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ. അത് പിന്നെ നടപ്പിലാക്കി എടുക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? അയാൾ ചെയ്തിട്ടുണ്ടാവുക.
ഓക്കെ. ഇതുപോലെ നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ മനുഷ്യന്മാർ ഉണ്ടാക്കിയിട്ടുണ്ടോ അത് ആദ്യം വന്നിട്ടുണ്ടാവുക എന്താണ്? അയാളുടെ ചിന്തയിലാണ്. അത് പിന്നീട് നടപ്പിൽ വരുത്തുക എന്നുള്ള കാര്യമായിരിക്കും ആള് ചെയ്തിട്ടുണ്ടാവും ഇവിടെ. ഓക്കെ. അപ്പം ആക്ച്വലി എല്ലാ മനുഷ്യന്മാരെ എന്തൊക്കെ സക്സസ് എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടോ അതൊക്കെ ചിന്തകളിലാണ് ഉത്ഭവിക്കുന്നത്. ഓക്കെ. അപ്പം ഈ ചിന്തകളാണ് പിന്നീട് റിയാലിറ്റി ആയിട്ട് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സ് ആണ്. അത് എത്രത്തോളം പോസിറ്റീവ് ആവുന്നോ അത്രത്തോളം പോസിറ്റീവ് ആയിട്ട് മാറും നമ്മുടെ ലൈഫ്. നമ്മുടെ സക്സസും എന്തായിരിക്കും അതിനനുസരിച്ച് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് തോട്ട്സ് എന്ന് പറഞ്ഞു. അപ്പം തോട്ട്സിനെ വളരെ പോസിറ്റീവ് ആക്കി മാറ്റേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം അത് പോസിറ്റീവ് ആക്കി മാറ്റിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനനുസരിച്ചുള്ള ലൈഫ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ. നമ്മുടെ ഗാന്ധിജി പറഞ്ഞൊരു കാര്യം ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. മാൻ ഈസ് ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് ഹിസ് തോട്ട്സ്. ഓക്കെ. വാട്ട് ഹി തിങ്ക് ഹി ബിക്കംസ്. അതായത് ഒരാൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായിട്ടാണ് അയാൾ മാറുക. ഓക്കെ. അപ്പം ചിന്തകൾക്ക് എന്തുണ്ട്? ഇത്രത്തോളം പവർ ഉണ്ട്. ഓക്കെ. മാത്രല്ല നമ്മുടെ ചിന്തകള് നമ്മളുടെ എനർജിയുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ്. ഓക്കെ. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സെൽഫ് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജിയാണ് കൂടുക. നിങ്ങളുടെ എനർജി കൂടുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുമെന്നറിയോ? അതിനനുസരിച്ച് നിങ്ങളുടെ തോട്ട്സ് മാറുന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. വളരെ പോസിറ്റീവായിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ തോട്ട്സ് ഡിഫറന്റ് ആയിരിക്കും. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പം നിങ്ങൾക്ക് കുറെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ചിന്തകളിലേക്ക് വരിക. എന്നാൽ നിങ്ങളുടെ എനർജി നല്ല കൂട്ടിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എന്തായിരിക്കും? ഫുള്ളി പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടായിരിക്കും. ആ സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്ന കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ അതിനെന്താ എനിക്ക് പറ്റുമല്ലോ എന്നുള്ള ഒരു തോട്ടായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ വരിക. ഓക്കെ. ഇതെന്തുകൊണ്ടാണ്? നമ്മളുടെ എനർജി എന്ന് പറയുന്നത് തോട്ടുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. നമ്മുടെ എനർജി ഹൈ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള തോട്ടാ നമുക്ക് വരിക. നമുക്ക് എല്ലാം ഈസി ആയിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. എന്നാ നമ്മുടെ എനർജി കുറവാണെങ്കിൽ എന്താണ്? അതിനനുസരിച്ച് തോട്ടാ വരിക. അങ്ങനെയാണെങ്കിൽ ഈ എനർജി കൂട്ടാനുള്ള കാര്യങ്ങളാണ് നമ്മൾ സെൽഫ് കെയറിൽ മൊത്തം പറഞ്ഞത്. ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ എനർജി കൂട്ടിക്കഴിഞ്ഞാൽ തോട്ട്സ് കൂട്ടാം എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ തോട്ട്സ് പോസിറ്റീവ് ആക്കിയിട്ട് ഇന്റൻഷനലി നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എനർജി നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ. നമ്മുടെ എനർജി കൂട്ടിക്കഴിഞ്ഞാൽ തോട്ട്സ് എന്ത് ചെയ്യും? പോസിറ്റീവ് ആയിട്ട് മാറും. ഇതുപോലെ നമ്മൾ ഇന്റൻഷനലി മനഃപൂർവ്വം നമ്മൾ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഡെയിലി ബേസിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനനുസരിച്ച് നമ്മളെ എനർജിയും എന്ത് ചെയ്യും? കൂടുന്നുള്ളതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? ആഹ് ഒരു പാലോട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? രണ്ടുപേരും ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തോട്ട്സിൽ വർക്ക് ചെയ്യുന്നത് അത്യാവശ്യം വളരെയധികം കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സക്സസ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈഫിലെ ഹാപ്പിനെസ്സും സാഡ്നെസ്സും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണെന്ത്? തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ. അപ്പം ഈ തോട്ട്സ് നമ്മള് എങ്ങനെ നമ്മുടെ തോട്ട്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, എങ്ങനെ അതിനെ നിലനിർത്തുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫിൽ സക്സസ്. ഈ മൈൻഡ് പവർ ട്രെയിനിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ മൈൻഡ് പവർ എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി? നമ്മുടെ ഉള്ളിലെ മൈൻഡിൽ ഉള്ള സംഭവം എന്താ? തോട്ടാണല്ലോ. ഈ തോട്ടിനനുസരിച്ചായിരിക്കും നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറുക. ഇതാണ് ലോ ഓഫ് അട്രാക്ഷനും പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സ്, ബിലീഫ് കാര്യങ്ങളൊക്കെ വളരെയധികം പോസിറ്റീവ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോ ഒരു ദിവസം ഞാൻ നല്ലത് ചിന്തിച്ചു. ഞാന് പ്രൈം മിനിസ്റ്റർ ആവുമെന്ന് ചിന്തിച്ചു. എന്താ പിറ്റേ ദിവസം ഞാൻ പ്രൈം മിനിസ്റ്റർ ആവാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളത് ചിന്തിച്ചു എന്ന് പറയുമ്പം ഒരു ദിവസമായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. ധാരണകള്. ഈ ധാരണകളൊക്കെ മാറ്റിയിട്ട് അല്ലെങ്കിൽ മാറുന്ന രീതിയിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചിന്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? അത് സംഭവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു ദിവസം നമ്മൾ ചിന്തിച്ച് വെച്ചിട്ടോ 2 ദിവസം ചിന്തിച്ച് വെച്ചിട്ടോ എന്ത് ചെയ്യില്ല? നമ്മുടെ മൈൻഡ് സെറ്റ് അവിടെ ചേഞ്ച് ആവുന്നില്ല. കാരണം നിങ്ങൾ 20 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ 20 വർഷം നിങ്ങൾ എന്താണോ ചിന്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണോ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് അതിനനുസരിച്ച് മൈൻഡ് സെറ്റ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെ ആ മൈൻഡ് സെറ്റിനെ മാറ്റുന്ന രീതിയിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക. എന്നുള്ളത് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുക. ഈ മൈൻഡ് സെറ്റ് മാറുമ്പോഴാണ് എന്ത് ചെയ്യുക? ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല തോട്ട്സുകൾ കീപ്പ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുക.
കാരണം 20 വർഷം കൊണ്ട് ഉണ്ടായ മൈൻഡ് സെറ്റ് ഒരിക്കലും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മാറില്ല. പക്ഷെ നമ്മൾ അത് നമ്മുടെ ഹാബിറ്റ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് പോസിറ്റീവ് തോട്ട്സ് എന്നുള്ള രീതിയിലേക്ക് മാറ്റുമ്പം ഗ്രാജുവലി നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്യും, മൈൻഡ് സെറ്റ് മാറി മാറി പതുക്കെ ഗ്രാജുവലി മാറി മാറിയിട്ട് എന്ത് ചെയ്യും, വരുന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഈ രീതിയിൽ നമ്മൾ തോട്ട്സിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് ഓരോ ദിവസം എന്തായിരിക്കും കൂടുതൽ ബ്ലെസ്സിങ്സ് അട്രാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പം പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് എത്രത്തോളം പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സക്സസ് കൊണ്ടുവരാൻ ഈവൻ തോട്ട്സ് കൊണ്ട് മാത്രം പറ്റുന്നുണ്ടെങ്കിൽ, ഓക്കെ, എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? ഓക്കെ, എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നമ്മുടെ പോസിറ്റീവ് തോട്ട്സ് നമ്മൾ കൂടുതൽ ഉണ്ടാവുക? അപ്പൊ കൂടുതൽ ആൾക്കാർക്കും സംശയമുള്ളത് വെച്ചാല് തോട്ട്സ് നമ്മുടെ കൺട്രോളിലല്ലല്ലോ, പിന്നെ എങ്ങനെയാ നമ്മള് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, തോട്ട്സ് നമ്മളെ കൺട്രോളിലല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റിനനുസരിച്ചാണ് തോട്ട്സ് വരുന്നത്. അത് നമുക്കറിയാലോ. ഈ മൈൻഡ് സെറ്റ് മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, തോട്ട്സ് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ മൈൻഡ് സെറ്റ് മാറ്റാൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്താ, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്ത് ചെയ്യാം, നല്ല തോട്ട്സിനെ ഇന്റൻഷനലി കൊണ്ടുവരിക. ഓക്കെ, നിങ്ങൾ ഒരു തോട്ട്, ഇപ്പൊ ഐ ആം എ ബിക്കമിങ് എ സക്സസ്ഫുൾ പേഴ്സൺ എന്നുള്ള ഒരു തോട്ട് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കുറെ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുന്നുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള സാഹചര്യങ്ങളും അതിനുള്ള കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുള്ളതാണ്. ഇതുപോലെയാണ് എന്ത് ചെയ്യുക, ഈ തോട്ട്സ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മുടെ മൈൻഡ് സെറ്റ് മാറുക. അതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാം, സക്സസ് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് തോട്ട്സിനെ കൺട്രോൾ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ തോട്ട്സിനെ മാനേജ് ചെയ്യാനായിട്ടും നല്ല തോട്ട്സ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ടും നമുക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുക? അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. കാരണം ഒരു ദിവസം എത്രയോ 85,000 സംതിങ് തോട്ട്സ് നമ്മുടെ ഉള്ളിൽ വന്ന് പോകുന്നുണ്ടെന്ന് പറയുന്നത്. ഓക്കെ. ഇതില് നമ്മൾ എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകൾ, ഇന്നലെ വരെ ഇല്ലാത്ത തോട്ട്സുകൾ എങ്ങനെയാണ് ഇന്ന് മുതൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനത്തെ തോട്ട്സ് വരാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പം ഞാൻ നമ്മുടെ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, തോട്ട്സ്. ഓക്കെ, മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. മാൻ ഈസ് ബട്ട് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ് തോട്ട്സ്, വാട്ട് ഹി തിങ്സ് ഹി ബിക്കംസ്. ഓക്കെ, ബുദ്ധ പറഞ്ഞ കാര്യമാണ്, ദ മൈൻഡ് ഈസ് എവറിഥിങ്, വാട്ട് യു തിങ്ക് യു ബിക്കം. ഇനി ഇതുപോലെ തന്നെ റെനെ ഡെസ്കാർട്ട് എന്ന് പറഞ്ഞ ആള് പറഞ്ഞാണ്, എക്സെപ്റ്റ് അവർ ഓൺ തോട്ട്സ് ദർ ഇസ് നത്തിങ് അബ്സല്യൂട്ട്ലി ഇൻ അവർ പവർ. നമുക്കറിയാം നമ്മളുടെ കയ്യിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, തോട്ടാണ്, നമ്മുടെ മൈൻഡാണ്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ബാക്കിയുള്ളതൊന്നും നമ്മുടെ കയ്യിലല്ല എന്നുള്ളതാണ്. ഓക്കെ, മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ പുറത്തുള്ള പ്രശ്നങ്ങൾ, ഇതൊന്നും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാവണമെന്നില്ല. പക്ഷെ നമുക്ക് എപ്പോഴും കൺട്രോൾ ഉള്ളതാണ് നമ്മുടെ തോട്ട്സ് നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അതിനെന്ത് ചെയ്യാൻ പറ്റും, പുറത്തെ കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പം നമുക്ക് എങ്ങനെയാണ് നല്ല തോട്ട്സുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സെൽഫ് അവയർനെസ്, സെൽഫ് ലവ്, അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് ഫോർഗീവ്നെസ്, സെൽഫ് അക്സെപ്റ്റൻസ്, ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലത്തെ തോട്ട്സുകൾ എന്ത് ചെയ്യും, നന്നായിട്ട് വരുന്നുള്ളതാണ്. ഓക്കെ, പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകൾ കൂടുതലായിട്ട് വരുന്നുള്ളതാണ്. ഓക്കെ, അതായത് സെൽഫ് കെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഇൻക്രീസ് ആവും. ഓക്കെ, എനർജി നമ്മൾ ഇൻക്രീസ് ആകുമ്പോൾ എന്ത് ചെയ്യും, നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുള്ളൂ. നമ്മള് കുട്ടികളെ കണ്ടിട്ടില്ലേ, വളരെ എനർജറ്റിക് ആയിരിക്കും കുട്ടികൾ. ഓക്കെ, അവരുടെ ഉള്ളിൽ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അവർ വളരെ പ്യുവർ ആണ്. ഓക്കെ, അപ്പം ഇതുപോലെ നമ്മൾ സെൽഫ് കെയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ എനർജി എൻഹാൻസ് ചെയ്യാൻ പറ്റും. അത് എന്ത് ചെയ്യും, നമ്മുടെ തോട്ട്സ്, നല്ല തോട്ട്സുകൾ നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ വരാനായിട്ട് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സെൽഫ് കെയർ എടുത്തോ. ആ സെൽഫ് അക്സെപ്റ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് തന്നെ തന്നെ പോകുന്നതാണ്. കാരണം എന്ത് സിറ്റുവേഷൻ വന്നോട്ടെ, നിങ്ങളുടെ ലൈഫിൽ എന്ത് ബുദ്ധിമുട്ട് വന്നോട്ടെ, ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാണ്, ഞാൻ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ എന്റെ സെൽഫിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വാക്ക് നിങ്ങൾ തിരിച്ചു പറഞ്ഞു നോക്കിയേ സെൽഫിനോട്, നമ്മളോട് തന്നെ. എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ ഉള്ളിൽ അത്രയും നേരം നമ്മളെ കുറ്റപ്പെടുത്തുകൊണ്ട് കുറെ തോട്ട്സുകൾ വരും. ഓക്കെ, നിന്നെ ഒന്നിനും പറ്റൂല, അല്ലെങ്കിൽ നിനക്ക് മാത്രം എന്താ ഇങ്ങനെ, ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട്, നിനക്ക് ലൈഫിൽ പ്രശ്നങ്ങൾ മാത്രമേ വരുള്ളൂ,
നിന്റെ ലൈഫ് ഇങ്ങനെയാണ് എന്നുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളി അക്സെപ്റ്റ് ചെയ്യുക അതിനെ. ഓക്കെ, അതായത് ഈ സിറ്റുവേഷൻ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഓക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ സെൽഫ് അക്സെപ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ എനർജി അവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് ആവുന്ന മാത്രമല്ല അതിനനുസരിച്ചുള്ള തോട്ടായിരിക്കും പിന്നെ വരിക. ഓക്കെ, അപ്പം ഇതുപോലെ സെൽഫ് ഫോർഗീവ്നെസ്, നമ്മള് ലൈക്ക് നമ്മൾ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്ക്, നമ്മൾ വരുത്തിയിട്ടുള്ള തെറ്റുകള്, ഓക്കെ നമ്മൾ അതിന് നമ്മൾക്ക് ഫോർഗീവ്നെസ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യില്ല, പിന്നെ ഒരിക്കലും നമ്മളെ കുത്തി പറയൂല, ഉള്ളിൽ നിന്ന് ഒരു കുത്തലായിട്ടുള്ള തോട്ട്സുകൾ വരൂല. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുള്ളൂ, തോട്ട്സ് വന്നു കഴിഞ്ഞാലോ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനത് പുറത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു സംഭവം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് എന്ത് ചെയ്യും, അത് നമ്മളെ അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള പുതിയ തോട്ട്സുകൾ എന്ത് ചെയ്യും, നമുക്ക് വന്നു തുടങ്ങും. ഓക്കെ, അപ്പൊ നമ്മൾ സെൽഫ് കെയറിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഉള്ളിലത്തെ തോട്ട്സുകൾ പതിയെ പതിയെ പോസിറ്റീവ് ആക്കി മാറ്റുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് വലിയ സ്വപ്നങ്ങള്, വലിയ വിഷൻസ്. ഓക്കെ, നിങ്ങൾ ഏതൊരു ചെറിയ കാര്യം എടുത്തോ, ഓക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എടുത്തോ, ഓക്കെ അത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ. ഓക്കെ, ഇപ്പൊ നമുക്കറിയാലോ ചെറിയ അച്ചാർ കമ്പനികളാണ് പിന്നീട് വലിയ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ആയിട്ട് മാറി മറിയുന്നത്. ഓക്കെ, അപ്പം ആളുടെ ഈ ഒരാള് ആദ്യം ചിലപ്പം ചെറിയൊരു ഡ്രീം ആയിട്ട് അതിനെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതിനെന്ത് ചെയ്യും, വലിയൊരു പ്രൊജക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, അത് മാറുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അത് നമ്മള് ഒരു വലിയ ഡ്രീം ആക്കി മാറ്റുന്ന സമയത്ത് നമുക്ക് വരുന്ന ചിന്തകൾ എന്തായിരിക്കും, അതിനനുസരിച്ചായിരിക്കും നമുക്ക് നമ്മളിലേക്ക് വരുന്ന ആൾക്കാരും എന്തായിരിക്കും, അതിനനുസരിച്ചായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവാം, നല്ല വിഷൻസ് ഒക്കെ ഉണ്ടാവാം. ഓക്കെ, അതെന്ത് ചെയ്യും, നമ്മൾക്ക് നല്ല ചിന്തകൾ തരും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഒരു ആഗ്രഹം ഇല്ല, അല്ലെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് പിന്നെ എന്ത് ചെയ്യുക, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മൾ ഒന്ന് അറ്റാക്ക് ചെയ്യുക, നമ്മൾ അതിലേക്ക് ഇൻവോൾവ്ഡ് ആയിട്ട് പോവാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ വലിയ നല്ല സ്വപ്നങ്ങൾ, ഓക്കെ വേൾഡിന് ഏതെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള തോട്ടായിരിക്കും നമുക്ക് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ ബീങ് ഗ്രാറ്റിറ്റ്യൂഡ്, ഓക്കെ ബീങ് ഗ്രേറ്റ്ഫുൾ, അതായത് നമുക്ക് ഉള്ള ചെറിയ ബ്ലെസ്സിങ്സിന് പോലും എന്ത് ചെയ്യാം, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാം. നമ്മൾ അൽഹംദുലില്ലാന്നോ നന്ദിന്നോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് തന്നൊരു ടാസ്ക് എന്തായിരുന്നു, നിങ്ങളുടെ ഓരോ ഡേയിലും ഉണ്ടാവുന്ന നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക എന്നുള്ളതാണ്. അത് ആക്ച്വലി എന്താ ഉദ്ദേശം, നമ്മള് ഓരോ ദിവസത്തിലും നല്ല കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുക്കുമ്പോൾ നമ്മൾ ആക്ച്വലി എന്താണ്, ഗ്രേറ്റ്ഫുൾ ആവുകയാണ്, നമ്മൾ നന്ദി പറയാണ്, നമ്മൾ അതിനെ കൂടുതലായിട്ട് ഓർക്കുകയാണ്. അതായത് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കൂടുതൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരികയാണ് ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഗ്രേറ്റ്ഫുൾ ആവുന്ന സമയത്ത്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുക്കുന്ന സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഖുറാനിലാണെങ്കിലും മറ്റുള്ള വേദപുസ്തകങ്ങളിലാണെങ്കിലും, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ തരാം, അല്ലെങ്കിൽ കൂടുതൽ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഞാൻ തരാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മള് ആക്ച്വലി നമ്മുടെ ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ അതിനെ തീരെ അഡ്രസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഓർക്കാനായിട്ട് ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, പകരം നമ്മൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ, നമുക്കിപ്പോ നല്ലൊരു ഹെൽത്ത് ഉണ്ടാവും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഇത്രയും കാലം കൊണ്ട്, നമുക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഒരുപാട് ലാംഗ്വേജസ് അറിയുന്നുണ്ടാവും, അറ്റ്ലീസ്റ്റ് മലയാളം ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും നമുക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, ഇനി ഒരുപാട് സ്കില്ലുകൾ നമുക്ക് ഉണ്ടാവും, കുക്കിംഗ് നന്നായിട്ട് അറിയുന്നുണ്ടാവും, ചിലപ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് ബ്ലെസ്സിങ്സ് നമുക്ക് ഓൾറെഡി ഉണ്ടാവും. അപ്പൊ ഈ ബ്ലെസ്സിങ്സിനെ പറ്റി നിങ്ങൾ എപ്പോഴും അതിനെ എപ്പോഴും നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല മെമ്മറീസിനെ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് നല്ല മെമ്മറീസിനെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുകയാണെങ്കിൽ, അതെന്ത് ചെയ്യും, നിങ്ങളുടെ ഉള്ളിലത്തെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ലൈഫില് നമ്മളുടെ സന്തോഷം, ദുഃഖം ആക്ച്വലി എന്താണെന്നറിയോ? നമ്മള് ഏത് ചിന്തനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിൽ കീപ്പ് ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫിൽ സന്തോഷം, ദുഃഖം ഉണ്ടാവുക. ഓക്കെ, അപ്പം നമ്മുടെ ലൈഫിൽ കൂടുതലും നമ്മൾ നല്ല ചിന്തകൾ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സന്തോഷം നിലനിർത്താനായിട്ട് പറ്റും. പക്ഷെ നമ്മുടെ ലൈഫില് നമ്മള് നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് നമ്മൾ കൂടുതൽ നിലനിർത്തുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും സങ്കടമായിരിക്കും. എന്ത് അച്ചീവ്മെന്റ് കിട്ടി കഴിഞ്ഞാലും എന്തായിരിക്കും, നമുക്ക് സങ്കടം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരു സന്തോഷം നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന തലം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എപ്പോഴും എന്ത് ചെയ്താൽ മതി, നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാം, നമ്മൾ നമ്മുടെ ലൈഫിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ,
നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബ്ലൈൻഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ, ഇപ്പൊ കുട്ടികള് വളർന്ന സമയത്ത് അവർക്ക് ഒരു കാര്യത്തിനെ പറ്റിയിട്ട് തെറ്റായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് വിശ്വസിക്കും. ഓക്കെ. അല്ലെങ്കിൽ ശരിയായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് വിശ്വസിക്കും. നമ്മളാണെങ്കിലും ഒരുപാട് കാര്യത്തിൽ തെറ്റായിട്ടുള്ള ധാരണകളും ശരിയായിട്ടുള്ള ധാരണകളും നമുക്ക് ഉള്ളത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ബ്രെയിന് ബ്ലൈൻഡ് ആണ്. ഓക്കെ. ബ്രെയിന് ബ്ലൈൻഡ് ആണ്. എന്ത് വിശ്വാസമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്, എന്ത് കാര്യമാണ് അതിനെ ബോധിപ്പിച്ചിട്ടുള്ളത്, അതെന്ത് ചെയ്യും? അത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും? പോസിറ്റിവിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. എപ്പോഴും എല്ലാ കാര്യത്തിലും പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണാനായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ബ്രെയിന് അതിന് പാകപ്പെടും. ഓക്കെ. പിന്നെ ഇവൻ ഒരു 100 പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഒരു 5 നല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിലേക്ക് ഫോക്കസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. നമ്മുടെ ലൈഫ് ഇപ്പൊ എങ്ങനെയാ ആക്ച്വലി എന്നറിയോ? 1000 ബ്ലെസ്സിങ്സ് നമുക്കുണ്ട്. ഓക്കെ. 1000 ബ്ലെസ്സിങ്സ് നമുക്കുണ്ട്. 5 പ്രശ്നങ്ങൾ നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ ബ്രെയിന് ഫോക്കസ് ആയിട്ട് എടുക്കുന്നത് എവിടേക്കാണ്? 5 പ്രശ്നങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാത്തത്, അല്ലെങ്കിൽ സാഡ്നെസ് കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ഡേയിൽ നല്ല കുറെ കാര്യങ്ങൾ സംഭവിച്ചു. അവസാനം ചെറിയൊരു സങ്കടം വരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്നാലും അങ്ങനെ ഉണ്ടായില്ലേ എന്നുള്ള ചിന്തയായിരിക്കും. എന്തുകൊണ്ടാ അത് വരുന്നത്? നമ്മുടെ ബ്രെയിന് എപ്പോഴും, അത് നമ്മള് മനുഷ്യന്മാര് വളർന്നു വന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള ജനറേഷൻസ് മൊത്തം വളർന്നു വന്നിട്ടുള്ള സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ എപ്പോഴും നെഗറ്റിവിറ്റിയിലേക്ക് എപ്പോഴും ഫോക്കസ്ഡ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ. അപ്പം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുക. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്, എന്ത്? നമ്മുടെ ബ്രെയിനിനെ പോസിറ്റീവ് ആക്കിയിട്ടുള്ള ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് അതിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് നമ്മുടെ ബ്രെയിനെ പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? ബ്രെയിൻ അത് വിശ്വസിക്കും. ഓക്കെ. പിന്നെ എപ്പോഴും എന്ത് ചെയ്യും? എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിൽ എന്തെങ്കിലും പോസിറ്റീവ് കാണുമ്പോൾ അതാണ് നോട്ട് ചെയ്യുക. ആ രീതിയിലേക്ക് നമ്മൾ മാറുന്നതാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യുന്ന അറിയോ? ഈസി ആയിട്ട് സക്സസിലേക്ക് എത്താൻ പറ്റും. കാരണം ആളുടെ മുമ്പിൽ ആൾ എപ്പോഴും പ്രോബ്ലംസിനല്ല കാണുക, അയാൾ ഓപ്പർച്യൂണിറ്റീസിനാണ് കാണുക. ഓക്കെ. ആളുടെ മുന്നിൽ ആള് ഒരിക്കലും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളല്ല കാണുക. എപ്പോഴും ആളുടെ സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കാണുക. എപ്പോഴാണ് നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റാത്തത്? നമ്മൾ ഗീവ് അപ്പ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറയുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ അത് അവസാനിപ്പിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സക്സസിലേക്ക് എത്താൻ പറ്റാത്തത്. ഓക്കെ. അപ്പം ഈ ഗീവ് അപ്പ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മള് ഏതോ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം നമ്മൾ കാണും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റൂല എന്നുള്ള തോട്ടിലേക്ക് നമ്മൾ എത്തുന്നതാണ്. അപ്പം ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ ഉള്ളിൽ നമ്മൾ നോട്ട് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് പറ്റൂല എന്നുള്ള കാര്യത്തിലേക്കാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഗിവ് അപ്പ് ചെയ്യുക. പക്ഷെ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആളാണെങ്കിൽ, നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാത്തിലും ഓപ്പർച്യൂണിറ്റിനെ കാണും, പ്രോബ്ലത്തിനെ അല്ല. പ്രോബ്ലത്തിനെ കൂടുതൽ കാണുമ്പോഴാണ് നമുക്ക് ഇനി എന്നെ കൊണ്ട് ഇത് പറ്റൂല, മതി, നിർത്തിക്കോ എന്നുള്ള രീതിയിൽ കാണാം. ഓപ്പർച്യൂണിറ്റി കൂടുതൽ കാണുന്ന ആൾക്കാർ എപ്പോഴും എല്ലാ പ്രശ്നത്തിലും ഓപ്പർച്യൂണിറ്റീസേ കാണുള്ളൂ. കോവിഡ് വന്ന സമയത്ത് നമുക്കറിയാം അല്ലെ, ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തു? തളർന്നു കിടന്നു. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്തു? അതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. ഓക്കെ. ഈവൻ നമ്മൾ ഇന്ന് ഇന്ററാക്ട് ചെയ്യുന്ന സൂം പോലും വന്നത് കോവിഡ് സമയത്താണ്. അതിനു മുന്നേ ഇന്റർനെറ്റിന് യാതൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. വിച്ച് മീൻസ് ഇന്റർനെറ്റിൽ നിന്നും ക്ലാസ് എടുക്കാനായിട്ട് പറ്റൂല, അല്ലെങ്കിൽ ആൾക്കാർ അത് ശ്രദ്ധിക്കൂല എന്നുള്ള ഒരു ധാരണയാണ് ലോകത്തിൽ മൊത്തത്തിൽ ഉണ്ടായത്. പക്ഷെ കോവിഡ് വന്നതോടുകൂടെ ഓഫ്ലൈൻ ക്ലാസ് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി. അപ്പം ചില ആൾക്കാരുടെ ഉള്ളിൽ എന്ത് ചെയ്തു? അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തെളിഞ്ഞു വന്നു. അവരെന്ത് ചെയ്തു? സൂം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചു. ഇതുപോലെ നമ്മുടെ ലൈഫിലും നമുക്ക് കിട്ടുന്ന കച്ചിത്തുരുമ്പുകൾ എപ്പോഴും എങ്ങനെ കിട്ടുന്നതാണ്? നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് കാരണം കിട്ടുന്നതാണ്. ഒരു കാര്യം കാണുന്ന സമയത്ത് നിങ്ങൾ കാണുന്നതും നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ സിസ്റ്ററോ ബ്രദറോ കാണുന്നതും ഡിഫറന്റ് ആയിരിക്കും. കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നിങ്ങൾ കാണുക. അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് അവർ കാണുക. അപ്പൊ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിൽ ഓപ്പർച്യൂണിറ്റീസ് കാണും, നിങ്ങൾ അതിൽ പോസിബിലിറ്റീസ് കാണും, നിങ്ങൾ അതിൽ സക്സസ് കാണും, നിങ്ങൾ അതിൽ സ്നേഹം കാണും, നിങ്ങൾ അതിൽ സന്തോഷം കാണും. ഓക്കെ. അതൊക്കെ എന്താണ്? നിങ്ങളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ത് ചെയ്യണം? നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അത് നമ്മൾ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ്. നമുക്കറിയാം, നമ്മുടെ അപ്പുറത്തുള്ള ആൾക്കാർ ചിലപ്പം പല കാര്യങ്ങളെ പറ്റി കുറ്റം പറയുന്നുണ്ടാവും. അത് അവരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണ് അവർ പറയുന്നത്. നമ്മൾ അതിനെ എടുക്കണം, ഈ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി. കാരണം എന്താണ്? അവരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ അത്
അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതാണ്. നമ്മളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് നമ്മൾ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈവൻ നമുക്ക് ലോകത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ശരിക്കും നെഗറ്റീവ് ആണോ അതോ എന്റെ മൈൻഡ് സെറ്റിൽ അതിനെപ്പറ്റി തെറ്റായിട്ടുള്ള ധാരണ ഉള്ളത് കൊണ്ടാണോ എനിക്ക് ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് വരുന്നത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പം അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, തെറ്റായിട്ടുള്ള ധാരണകളുള്ള കാര്യങ്ങളിൽ പോസിറ്റീവ് ആയിട്ടുള്ള ധാരണകളാക്കി മാറ്റാൻ പറ്റുക. ഓക്കെ. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, സക്സസിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം പറഞ്ഞു വന്നത് എന്താണ്, നമ്മള് ഈവൻ ചെറിയ കാര്യങ്ങളും ആണെങ്കിൽ കൂടി നമ്മൾ എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആവുക. ഓക്കെ. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുക. ഓക്കെ. നിങ്ങൾക്ക് ഇന്ന് കറക്റ്റ് ഈ സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആവാൻ പറ്റിയത് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവുക. ഓക്കെ. നിങ്ങൾക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഗ്രേറ്റ്ഫുൾ ആവുക. ഓക്കെ. നമ്മൾ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴാണ് പലതിന്റെ വാല്യൂ നമ്മൾ അറിയാറുള്ളത് പറയാറുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ് ഇത്രയും ഇന്നലെ വരെ ഞാൻ എത്രത്തോളം ഹെൽത്തി ആയിട്ടാണ് ഓടിച്ചാടി നടന്നത്, അല്ലെങ്കിൽ എല്ലാ കാര്യം ചെയ്തത് നിങ്ങൾ ആലോചിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ മാത്രമേ നമ്മൾ വില അറിയാറുള്ളൂ. പക്ഷെ അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇന്റൻഷനലി എന്ത് ചെയ്യുക, ഗ്രേറ്റ്ഫുൾ ആവുക. ഓക്കെ. മറ്റുള്ളവർ പറയുമ്പോഴല്ല നമ്മളൊരു സംഭവത്തിന്റെ വാല്യൂ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അനഘ നീ സൂപ്പർ ആണ് ട്ടോ, അല്ലെങ്കിൽ നീ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അനഘയോട് പറയുമ്പോൾ മാത്രമല്ല എന്ത് ചെയ്യേണ്ടത്, അനഘ അത് തിരിച്ചറിഞ്ഞിട്ട് ആണല്ലേ ഞാൻ അടിപൊളിയാണല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത്. അനഘ എന്ത് ചെയ്യണം, അനഘ അത് ചെയ്യുമ്പോ തന്നെ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ഗ്രേറ്റ്ഫുൾ ആവണം. ഓക്കെ. അപ്പോഴാണ് എന്ത് ചെയ്യുക, അനഘയുടെ മൈൻഡ് അനഘയുടെ കൺട്രോളിലാവുക. അല്ലെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അനഘനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ചില ആൾക്കാര് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറെ പൊക്കി പറയും നമ്മളെ പറ്റിയിട്ട്. ഓക്കെ. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്താണ്, ഗ്രേറ്റ്ഫുൾ ഫീലിംഗ് തന്നെയാണ്. അതായത് നമ്മളെ പറ്റി പറയുന്ന സമയത്ത് ആ ഞാൻ അടിപൊളിയാണല്ലേ, അല്ലെങ്കിൽ ഞാൻ എനിക്കൊക്കെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഫീലിംഗ് തന്നെയാണ് വരുന്നത്. ഓക്കെ. പക്ഷെ ആ ഫീലിംഗ് വരുന്നത് മറ്റുള്ള ഒരാള് കാരണം മാത്രമാവുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമ്മള് മാനിപ്പുലേറ്റ് ആയിട്ട് പോകും. അയാൾ എന്ത് ചെയ്യും, അയാളുടെ കാര്യം എന്തെങ്കിലും ഹെൽപ്പ് നമ്മളെ കൊണ്ട് ചെയ്ത് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്ത് ചെയ്യും, നമ്മളെ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് പുറത്തു വരാൻ പറ്റുക, നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പറ്റിയിട്ട് അവെയർ ആവുക, നമ്മള് എപ്പോഴും നമുക്ക് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് തന്നെ അപ്രിസിയേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ അപ്രിസിയേഷൻസ് കിട്ടിയാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പം നല്ല തോട്ട്സ് നമ്മൾ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണെന്ത്, എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവാം. ഓക്കെ. നമുക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ഉണ്ടോ, ഈവൻ ചെറുതാണെങ്കിൽ കൂടി, നമ്മുടെ ഹെൽത്ത് ആണെങ്കിൽ കൂടി, നമ്മുടെ ഡെയിലി നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, സെൽഫ് അപ്രീസിയേഷൻ കൊടുക്കുക, അതിന് ഗ്രേറ്റ്ഫുൾ ആവാം. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതിന്. ഓക്കെ. ലേഡീസിനാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ വീട്ടിലെടുക്കുന്ന ഒരുപാട് ജോലികളുണ്ട്, നിങ്ങൾ കുട്ടികളെ നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വീട് വൃത്തിയാക്കുന്നുണ്ടാവും. ജെൻസിനാണെങ്കിൽ അവരും കുട്ടികളെ നന്നായിട്ട് നോക്കുന്നുണ്ടാവും, ജോലികൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. വീട്ടിലേക്ക് ഇൻകം കൊണ്ടുവരുന്നുണ്ടാവും. ഓക്കെ. അപ്പം നിങ്ങളും എല്ലാവരും ഇതുണ്ടാവും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഇതിന് വളരെ നോർമൽ ആയിട്ട് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്നുള്ള രീതിയിൽ കാണുന്നതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ അപ്രിസിയേഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഗ്രേറ്റ്ഫുൾ ആവുക, എന്തൊരു കാര്യത്തിനാണെങ്കിലും ഗ്രേറ്റ്ഫുൾ ആവുന്ന സമയത്താണ് നമ്മുടെ ഉള്ളിലത്തെ പോസിറ്റീവ് ചിന്തകളുടെ എണ്ണം കുറയുക. ഞാൻ പറഞ്ഞു 85,000ഓളം ചിന്തകൾ ഒരു ദിവസം നമ്മുടെ ഉള്ളിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ഇങ്ങനെ 85,000 ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര പോസിറ്റീവ് ചിന്തകൾ ഉണ്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. കൂടുതലും നമ്മുടെ ലൈഫ് ഒന്നുമല്ല, അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തിയിട്ടില്ല, നമ്മളൊന്നും ആയിട്ടില്ല, നമുക്ക് ഇനി ഒന്നും ആവാൻ പറ്റൂല എന്നുള്ള ചിന്തകളാവും. ഓക്കെ. ഇതിനെ നിങ്ങൾക്ക് ഈ 85,000 ആണെങ്കിൽ അതിനെ അതിലുള്ള നെഗറ്റീവ് ചിന്തകളുടെ എണ്ണം കുറച്ച് 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 കൊണ്ടിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ലൈഫിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ 85,000 കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ്, അല്ലെങ്കിൽ 85,000 ഉള്ള നെഗറ്റീവ് ചിന്തകളുടെ എണ്ണം കുറഞ്ഞു 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 വന്നിട്ട് അതിന്റെ പകരം പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരും. പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ എന്ത് ചെയ്യും, പോസിറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മുടെ അടുത്തുനിന്ന് വരും. പോസിറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, സക്സസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ സക്സസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇന്ന് തുടങ്ങി നാളെ കിട്ടി എന്നുള്ളതല്ല. ഇത് വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള പ്രോസസ് ആണ്. പക്ഷെ ഇപ്പോഴും പല ആൾക്കാരും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷെ ഇങ്ങനെ തോന്നാം, ഇങ്ങനെ ഞാനിപ്പം പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് എന്താ കാര്യം, ഇതിപ്പോ അടുത്തൊന്നും കിട്ടാൻ പോകുന്ന സംഭവമല്ലല്ലോ സക്സസ് എന്ന്. അപ്പൊ സക്സസ് എന്ന് പറഞ്ഞ ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് കാണാതെ നിങ്ങൾ ഇന്നലത്തേനേക്കാളും ഈ നാളെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ, അത് സക്സസ് ആണ്. ഓക്കെ. അതിന് നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുന്നുണ്ടോ, അത് സക്സസ് ആണ് ആക്ച്വലി. ഓക്കെ. അതിന് നിങ്ങൾ കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവണം എന്നുള്ളതാണ്. ഓക്കെ. ഞാൻ ഇന്നലെ ഇങ്ങനെയായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് ഈ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി, ഐ എം ഗ്രേറ്റ്ഫുൾ.
അതെന്താണ് സക്സസ് ആണ് ആക്ച്വലി. മറ്റുള്ളവര് നിങ്ങളെ സക്സസ് അളക്കുക നിങ്ങൾ ഈ പൊസിഷനിൽ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും. പക്ഷെ നിങ്ങളുടെ സക്സസ് നിങ്ങൾ എപ്പോഴും ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ സക്സസിനെ മെഷർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇന്നലത്തേനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് നാളെ ആവാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അത് സക്സസ് ആണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? സെൽഫ് അപ്രിസിയേഷൻസ് കൊടുക്കണം. കാരണം വേറെ ആരും നമ്മൾ എന്ത് ചെയ്യില്ല, അപ്രിഷിയേറ്റ് ചെയ്യില്ല. വേറെ ആൾക്കാർ അപ്രിഷിയേറ്റ് ചെയ്യും എപ്പോ നമ്മൾ എന്തെങ്കിലും അച്ചീവ്മെന്റ് നേടിയെടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് പറയാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ അതിന് മുൻ ആ അച്ചീവ്മെന്റ്സ് നമുക്ക് എത്താൻ പോലും, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ പോലും നമുക്ക് എന്ത് ചെയ്യണം? ആ ജേർണിയിൽ നമ്മൾ നമുക്ക് എന്ത് ചെയ്യണം? അപ്രിസിയേഷൻസ് കൊടുക്കണം. നമ്മൾക്കുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ മാത്രമാണ് നമുക്ക് അത്രയും ഒരു വലിയ അച്ചീവ്മെന്റിലേക്ക് എത്താനായിട്ടുള്ള ഒരു എനർജി നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ എത്രത്തോളം എന്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്? നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ പറയും കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. നിങ്ങളൊരു കാര്യം ചെയ്ത് വരുമ്പം നിങ്ങൾ ചെയ്യുന്നത് നല്ല രീതിയിലാണ് ചെയ്യുന്നത്, നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോ, ഇപ്പം പ്രശ്നം ഇപ്പൊ നിങ്ങൾക്ക് വലിയ അച്ചീവ്മെന്റ് ഒന്നും ഫീൽ ചെയ്യുന്നതിൽ കൂടിയും ഇത് കണ്ടിന്യൂ ചെയ്തോ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ അധികം കുറവായിരിക്കും നമ്മുടെ ലൈഫിൽ. എന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് കിട്ടി കഴിഞ്ഞിട്ട് അത് സ്റ്റാറ്റസ് ഇടുമ്പോഴോ സ്റ്റോറി ഇടുമ്പോഴൊക്കെ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നിങ്ങളൊരു കാര്യം ചെയ്തു തുടങ്ങുന്ന ആ പ്രോസസ്സിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ സപ്പോർട്ട് ചെയ്യണം. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ ഓൾറെഡി നിങ്ങളിൽ വരുത്തിയിട്ടുള്ള നല്ല ഇമ്പ്രൂവ്മെന്റിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതിനൊപ്പം തന്നെ നിങ്ങൾ സെൽഫ് അപ്രിസിയേഷൻ കൊടുക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക? അപ്രിസിയേഷൻ നടത്തുക. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി എപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, നിങ്ങളുടെ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഓക്കെ, ഈ ഹാപ്പിനെസ് നിങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം എന്ത് ചെയ്യും? അത് തരുന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക, സെൽഫ് അപ്രിസിയേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ചിന്തകളും പോസിറ്റീവായിട്ട് നിലനിൽക്കും. ഓക്കെ, ഈ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിലനിൽക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ആക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് സക്സസിൽ എത്തുന്നവരെ ആക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യും? ഇത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വരുത്തേണ്ട ഒരു സംഭവം, വേറെ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ കൂടിയും ഞാൻ എന്ത് ചെയ്യും? എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? സെൽഫ് അപ്രിസിയേഷൻസ്, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുക? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? നമുക്ക് നമ്മുടെ നമ്മുടെ തോട്ട്സിനെ നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആക്കി മാറ്റാനായിട്ടുള്ള അടുത്ത കാര്യം എന്താണ്? സ്പെൻഡ് ടൈം വിത്ത് പോസിറ്റീവ് പീപ്പിൾ. ഓക്കെ, ഇതൊക്കെ ആക്ച്വലി കണക്റ്റഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ 100 വഴികളുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാക്കാൻ പല വഴികളുണ്ട്. ഓക്കെ, ഈ പല വഴികളിലും നമ്മൾ പോയി കഴിഞ്ഞാലും അവസാനം എത്തിച്ചേരുമ്പം ഈ എല്ലാത്തിനെയും അവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നല്ല എനർജി നമ്മൾ എൻഹാൻസ് ചെയ്യുന്ന സെൽഫ് കെയർ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോസിറ്റീവ് തോട്ട്സ് നമുക്ക് വരും. ഓക്കെ, അപ്പൊ നല്ല എനർജി ആക്കി നമ്മൾ പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് സക്സസിൽ എത്തിക്കഴിഞ്ഞാല് അവിടെ സക്സസിൽ എത്തുമ്പോൾ നമ്മളൊപ്പം ഉണ്ടാവുന്ന ആൾക്കാര് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സക്സസിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗ്രേറ്റ്ഫുൾ ആവും. ഓക്കെ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് മാറും. ഓക്കെ, നിങ്ങൾ സക്സസിൽ എത്തിക്കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും, നല്ല ഡ്രീം ഉള്ള ആൾക്കാരായിരിക്കും മാറും. നിങ്ങളുടെ ചുറ്റുമുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, ഇതൊക്കെ എന്താണ്? നിങ്ങൾക്ക് വഴികൾ വ്യത്യസ്തമാണുള്ളൂ, പക്ഷെ എത്തുന്ന ഡെസ്റ്റിനേഷൻ ഒന്നായിരിക്കും. ഓക്കെ, സക്സസ് എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് നല്ല എനർജി ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ വലിയ ഡ്രീമുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ ആ സമയത്ത്. ഓക്കെ, നിങ്ങൾക്ക് ആ എത്തിക്കഴിഞ്ഞാൽ ഓൾറെഡി നല്ല ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടാവും ലൈഫിൽ. ഓക്കെ, ഞാൻ എത്തി എന്നുള്ളൊരു ഗ്രേറ്റ്ഫുൾനെസ് നിങ്ങൾക്ക് ഉണ്ടാവും. മാത്രമല്ല ആ സമയത്ത് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുക ആരായിരിക്കും? പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. മാത്രമല്ല അവസാനം പറയാൻ പോകുന്ന പോയിന്റ്, നിങ്ങൾ ആ സമയത്ത് വളരെയധികം ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഒക്കെ കണക്റ്റഡ് ആണ്, ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നാലാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ മൈൻഡ് സെറ്റിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്തുകൊണ്ടായിരിക്കും? നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് കാരണം, നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ. ഓക്കെ, നമ്മള് ലൈഫിൽ നോക്കുന്ന സമയത്ത് ആരും കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും ഇല്ല കേട്ടോ. ഓക്കെ, പക്ഷെ എന്നാലും നമുക്കറിയാലോ എല്ലാവരും ഇതുപോലെ ജനിച്ചു വളർന്നത്. ഓക്കെ, ഞാൻ വളർന്നത് എന്റെ സറൗണ്ടിങ്ങിനെ അനുസരിച്ചായിരിക്കും. ആ സറൗണ്ടിങ് വളർന്നത് ഏത് ആൾക്കാരുടെ ഇടയിലാണ് വളർന്നത് അതിനനുസരിച്ചായിരിക്കും. പല ആൾക്കാരും എന്താണ്, ഞാൻ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോ,
ഓക്കെ. ഞാൻ എന്റെ ഉള്ളിൽ നെഗറ്റിവിറ്റി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയാത്ത കാലത്തോളം എന്ത് ചെയ്യും, ഞാനത് പുറത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ. ഇപ്പൊ എനിക്കൊരു മകൻ ഉണ്ടാവുകയാണെങ്കിൽ, മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ ഞാൻ ഈ നെഗറ്റിവിറ്റിയെ പഠിപ്പിക്കാം. ഓക്കെ. അവര് അവരുടെ മക്കളെ പഠിപ്പിക്കാം. ഇത് നമ്മൾ അറിയുന്ന പോലും ഇല്ല. ഓക്കെ. നമ്മൾ അറിയാതെ നടക്കുന്ന സംഭവമാണ്. അല്ലെ? അപ്പൊ ഇവിടെ നമ്മള് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസിലാണ് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് ആയിട്ടുള്ള ബിലീഫുകൾ, മൈൻഡ് സെറ്റ് ഒക്കെ ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ. നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാനോ നിങ്ങൾ കാരണം അത് എനിക്ക് ഇങ്ങനെ ഉണ്ടായതൊന്നും പറയാനൊന്നും പോണ്ട. പക്ഷെ നമ്മൾ എന്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം? നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, റിയലൈസ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ഇനി ചെയ്യേണ്ടി വരിക? നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കിയ ആൾക്കാരിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചിട്ട് എന്ത് ചെയ്യാം? പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം എന്ത് ചെയ്യാം? നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ നമ്മുടെ തോട്ട്സ് ഒക്കെ നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഓക്കെ. പക്ഷെ നമ്മൾ ഇന്റൻഷനലി പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പോയി പെടുമ്പോ സ്വാഭാവികമായിട്ടും അവരുടെ സംസാരം, അവരുടെ ചിന്തകളൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ചിന്തകളെ ഇൻഫ്ലുവൻസ് ചെയ്ത് വരും. പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആയി പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആയിട്ട് മാറുന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ മാറുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലത്തെ തോട്ട്സുകൾ എന്ത് ചെയ്യും? പോസിറ്റീവ് ആയിട്ട് വരുന്നുള്ളതാണ്. ഒരു ചൊല്ലുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ 100 ദിവസം സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ 101ാമത്തെ ദിവസം എന്ത് ചെയ്യും? നിങ്ങളും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളായിട്ട് മാറും എന്നാ പറയുന്നത്. ഓക്കെ. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ. അതായത് നമ്മൾ ആരുടെ ഒപ്പമാണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ തോട്ട്സ്, നമ്മുടെ മൈൻഡ് സെറ്റ് ഉണ്ടാവുക. നേരെ തിരിച്ചും. ഓക്കെ. നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ. ഓക്കെ. പക്ഷെ ഇപ്പൊ നമുക്ക് കൺട്രോളിലുള്ള കാര്യം എന്താണ്? നമുക്ക് ഇനി മുതൽ എന്ത് ചെയ്യാൻ പറ്റണം? ആൾക്കാരെ ചൂസ് ചെയ്യാൻ പറ്റണം. പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആരാണ്? നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്? ഞാൻ ആരിൽ നിന്നാണ് അകലം പാലിക്കേണ്ടത്? ഞാൻ ആരുടെ അടുത്താണ് കൂടുതൽ നിൽക്കേണ്ടതെന്ന്? അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ട കാര്യമാണ്. കാരണം അത് നമ്മുടെ കൺട്രോളിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ മൈൻഡ് സെറ്റിൽ ഡിഫറൻസ് വരുള്ളൂ. അതിനനുസരിച്ചാണ് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുള്ളൂ? ചേഞ്ചസ് വരുള്ളൂ. ഓക്കെ. ഒരുപാട് ലൈക് എല്ലാത്തിനെയും കുറ്റം പറയുന്ന ആൾക്കാര്, എല്ലാത്തിലും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാര് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവരുടെ അടുത്തുനിന്ന് നമ്മൾ മാക്സിമം അകലം പാലിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരും. ഇതൊക്കെ കണക്റ്റഡ് ആണ്, ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് നെഗറ്റിവിറ്റിയിൽ നിന്ന് അകലം പാലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യും. ഇത് തന്നെയാണ് ഈ മൈൻഡ് പവറും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, കൂടുതൽ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, കൂടുതൽ ബ്ലെസ്സിങ്സ് ആണ് വരിക. ഓക്കെ. അപ്പം ഇതൊക്കെ എന്താണ്? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം തന്നെയാണ്. ഓക്കെ. അപ്പം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ കൺട്രോളിൽ നമുക്ക് ഉള്ള കാര്യങ്ങളെ നമുക്ക് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ? പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഒരു കാര്യത്തില് പാഷനേറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിച്ചോ. കുക്കിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിലോ ഉണ്ടെങ്കില് ആ ആർട്ട് ചെയ്യുന്ന ആൾക്കാരോടൊപ്പം നമ്മള് കൂടുതൽ കൺവേഴ്സേഷൻസ് ഒക്കെ നടത്തുക, അവരോട് അതിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ഒക്കെ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? നിങ്ങക്ക് ആ ആർട്ടിൽ നിങ്ങളുടെ ഉള്ള കഴിവ് അത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള തോട്ട്സ് എല്ലാം പിന്നെ വരിക. നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ആർട്ട് ഉണ്ട്. ആ ആർട്ട് നിങ്ങള് ആ ആർട്ടിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അയാൾ പറയും, ഇതൊന്നും നടക്കില്ല കേട്ടോ. ഇതിനൊന്നും നമുക്കൊരു സ്കോപ്പ് ഇല്ല. ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുള്ളൂ. കാരണം ആള് ചിലപ്പോൾ വേറെയുള്ള കാര്യത്തിലൊക്കെ പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഈ ആർട്ടിനെ പറ്റിയിട്ട് ആൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ അതിനെ പറ്റി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബിലീഫ് ആയിരിക്കും ഉണ്ടാവുക. സ്വാഭാവികമായിട്ട് അയാൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തുക മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളില് അവയർനെസ് വേണം. എന്ത്? ഈ കാര്യം ഇപ്പൊ എനിക്ക് ഈ ഒരു കാര്യത്തിലാണ് ആഗ്രഹമുള്ളത്. ഇതിനെപ്പറ്റി അഭിപ്രായം ഞാൻ ആരോട് ചോദിക്കണം? ഓക്കെ. റൂമി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളൊരു യാത്ര തുടങ്ങുന്നതിന് മുന്നേ യാത്ര ആഹ് ചെയ്തിട്ടുള്ള ആൾക്കാരോട് എന്ത് ചെയ്യണം? അഭിപ്രായം ചോദിക്കണം. ഇതുവരെ യാത്ര തുടങ്ങാത്ത വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരോട് എന്ത് ചെയ്യരുത്? അഭിപ്രായം ചോദിക്കരുത്. ഓക്കെ. ഇത് പല ഡയമെൻഷനിലും ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. യാത്രയുടെ കാര്യത്തിൽ തന്നെ നമ്മള് വീട്ടിലുള്ള ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാലോ. നമ്മള് വീട്ടിൽ നമ്മൾ യാത്ര പോവാന്ന് പറയുമ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. കാരണം അവര് കൂടുതലും ന്യൂസ് പേപ്പറിൽ നിന്ന് വായിച്ചിട്ടുണ്ടാവുക എന്താണ്? യാത്ര പോയിട്ട് അപകടം പറ്റിയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള ന്യൂസുകളായിരിക്കും. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള ബിലീഫുകളാണ് അവരുടെ ഉള്ളിൽ ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും അവര് നമ്മളോട് അവരോട് ഞാൻ ഇങ്ങനെ യാത്ര പോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഈ സംഭവങ്ങളൊക്കെയാണ് തോട്ട്സ് ആയിട്ട് വരിക. അതുകൊണ്ട് അവർ സമ്മതിക്കാത്തത്. ഓക്കെ. ഇതുപോലെ തന്നെ ഏതൊരു
നമുക്കൊരു ഡ്രീം ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനോ എന്തും ആയിക്കോട്ടെ, അതിൽ നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോൾ പോലും അതിൽ എക്സൽ ചെയ്തിട്ടുള്ള അതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളോട് ചോദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ ഇത് ഈസി ആണല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞുതരും. ബാക്കിയുള്ളവരൊക്കെ നമ്മളെ പേടിപ്പിക്കുകയുള്ളൂ. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യണം സമയം, അതിൽ അവരോട് ഡിസ്കഷൻസ് നടത്തണം. കാരണം അവർക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടാവും, ആ ആർട്ടിനോട് എന്തോ ആയിക്കോട്ടെ, അതിനോടൊരു ഇഷ്ടം അവർക്ക് ഉണ്ടാവും. ഓക്കെ, ആ ഇഷ്ടത്തിൽ നിന്നാണ് അവർ സംസാരിക്കുക. ബാക്കിയുള്ളവർക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരുപാട് ഫിയേഴ്സ് ഉണ്ടാവാം. അപ്പൊ അതിൽ നിന്നാണ് അവർ സംസാരിക്കുക. ഓക്കെ, അപ്പം ഇതുപോലെ ലൈഫിൽ എന്തൊക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വേണോ, ആ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, ആ കാര്യത്തിൽ എക്സൽ ചെയ്തിട്ടുള്ള, ആ കാര്യത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള, ആ കാര്യത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിൽ, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ, നിങ്ങളുടെ ലൈഫിൽ ഇനിയും സക്സസ് പോസിബിൾ ആണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുതരാം. ഓക്കെ, സോ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മുടെ സർക്കിൾ ചൂസ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള സർക്കിൾ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ ഈവൻ ഈ ഒരു ക്ലാസ്സിൽ, ഓക്കെ, ഈ ക്ലാസ്സിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് നല്ല തോട്ട്സ് ആണെങ്കിൽ കൂടിയും ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം മാത്രമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യം പൊതുവെ പൊതുവെ എന്ന് പറയുമ്പോൾ കോമൺലി അങ്ങനെ ആരും പറയാത്ത കാര്യമാണ്. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ സെൽഫ് അക്സെപ്റ്റൻസ് പോസിബിൾ ആണ് എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ എന്താ അങ്ങനെ ചിന്തിക്കായിരുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്നെ അക്സെപ്റ്റ് ചെയ്യാറുന്നത് എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവുക ചിലപ്പോൾ ഒരു പക്ഷേ ഈ ക്ലാസ്സിൽ വന്നുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലെ ഓരോ കാര്യത്തിലും എന്തുണ്ടാവും, ലോകത്തില് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പൊ അവരുടെ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും. കാരണം ഈ ലോകത്ത് 100 കോടി ആൾക്കാരുണ്ടെങ്കിൽ 100 കോടി ആൾക്കാർക്കും ചെയ്യാനുള്ള കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്. ഇപ്പം കോച്ചിങ് നടത്തുന്ന 100 പേരുണ്ടെങ്കിൽ ഈ 100 പേര് കോച്ചിങ് നടത്തുന്നതും ഡിഫറെന്റ് ആയിട്ടുള്ള വേസിലൂടെയാണ്. എല്ലാവരും ഒരേ വേ അല്ല ചൂസ് ചെയ്യുന്നത്, എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള വേ ആണ്. ഓക്കെ, അതുകൊണ്ട് ഒരാൾ മറ്റൊരാൾക്ക് എന്താവുന്നില്ല, ആക്ച്വലി പ്രശ്നമായിട്ട് മാറുന്നില്ല. നിങ്ങൾ ഓരോരുത്തർക്കും ചെയ്യാനുള്ള യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുണ്ട് ഈ ലോകത്തുണ്ട്. പക്ഷെ അത് നിങ്ങളൊരു ഇത് ഞാൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുന്ന ആളുടെ ഉപദേശം നിങ്ങൾ കേൾക്കുമ്പം ആള് അതിൽ എന്താണ് എക്സ്പേർട്ട് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആൾക്ക് അതിലുള്ള മൈൻഡ് സെറ്റ് എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആ ഫീഡ്ബാക്ക് എടുക്കുമ്പോഴാണ് ആക്ച്വലി എന്തുണ്ടാവുക, നമുക്ക് നല്ല ചേഞ്ചസ് ആ കാര്യത്തിൽ നമ്മൾ ചെയ്യണോ വേണ്ട എന്നുള്ള കാര്യത്തിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടാം. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, എപ്പോഴും ഇനി നമ്മളുടെ സർക്കിളുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള സർക്കിളുകൾ ചൂസ് ചെയ്യുക. കാരണം നെഗറ്റീവ് ആയിട്ടുള്ള സർക്കിളുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടുള്ള ഹാപ്പിനെസ് തരും, പക്ഷെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് തന്നെ തരാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, അതായത് പ്ലഷേഴ്സ്, നമുക്ക് പ്ലഷർ എന്ന് പറയാം, ടെമ്പററി ആയിട്ടുള്ള ഹാപ്പിനെസിന് പ്ലഷർ എന്ന് പറയാം. ഓക്കെ, മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരാളുടെ ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും, പ്ലഷർ അവിടുന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് ഒരു സന്തോഷം ചിലപ്പം കിട്ടും, പക്ഷെ അത് പിന്നീട് റിഗ്രറ്റ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, തരാറുണ്ട്. പക്ഷെ അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, അവർ നമുക്ക് പെർമനന്റ് ഹാപ്പിനെസ്, നമുക്ക് സക്സസ് ഒക്കെ തരുന്ന ആൾക്കാരായിരിക്കും. ലൈക്ക് വേൾഡിനെ പറ്റിയിട്ടും നമ്മളെ പറ്റിയിട്ടും പോസിറ്റീവ് ആയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് തരുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് എന്ത് ചെയ്യാം, നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, പിന്നെ എക്സസൈസ് ഫോർ 30 മിനിറ്റ്സ്. ഓക്കെ, അത് മിനിമം പറഞ്ഞ കേട്ടോ. നമ്മള് ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ബോഡി, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉള്ളിൽ എനർജി ഉണ്ട്. ഓക്കെ, അൺലിമിറ്റഡ് ആയിട്ടുള്ള എനർജി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബോഡി എന്നുള്ള സംഭവം. ഓക്കെ, ഈ ബോഡിയിൽ എനർജി ഉണ്ടെങ്കിൽ കൂടിയും ഇത് നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസിലേക്കും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ വളരെ മടിയൻ എന്നുള്ളൊരു ആയിട്ട് നിൽക്കും നമ്മൾ. ഓക്കെ, ഈ എനർജി വരുമ്പോഴാണ് നമ്മൾ ആക്റ്റീവ്നെസ് ഒക്കെ വരിക, നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷമാവുക, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനൊക്കെ തോന്നുക, ആക്ഷൻസ് എടുക്കാനൊക്കെ തോന്നുക, നമ്മുടെ ബോഡിയിലുള്ള എനർജി എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവുന്ന സമയത്താണ്. പക്ഷെ നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പൊ ബെഡിൽ തന്നെ നമുക്കറിയാം അല്ലെ, ഒരു രാവിലെ കുറച്ച് കൂടുതൽ നേരം ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം മൊത്തം ഒരു മൂഡ് ഓഫ് ആയ പോലെ അല്ലെങ്കിൽ ഡൾ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യാം. എന്തുകൊണ്ടാണ്, നമ്മുടെ ഉള്ളിലത്തെ എനർജി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബോഡിയിലേക്ക് മൊത്തം എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒന്നും ചെയ്യാൻ തോന്നാത്ത രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, എന്നാൽ നമ്മൾ രാവിലെ തന്നെ എന്തെങ്കിലും ജോലികൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല്, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, അത് ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതെന്തുകൊണ്ടാണ്,
നമ്മുടെ ബോഡിക്ക് മൂവ്മെന്റ്സ് എപ്പോഴും ആവശ്യമുണ്ട്. നമ്മുടെ ബോഡി എപ്പോഴും മൂവ് ചെയ്യണം. ഓക്കെ, ഇവൺ ഒരു നടത്താണെങ്കിൽ കൂടിയും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ കൂടിയും ബോഡിക്ക് മൂവ്മെന്റ് ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ഉള്ളിലത്തെ എനർജി എന്ത് ചെയ്യുക, നമ്മുടെ ബോഡിയിലേക്ക് മൊത്തം എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ആവുക. അപ്പം ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബോഡിയിൽ നല്ല മൂവ്മെന്റ്സ് ഉണ്ടാവാനും എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എക്സസൈസ് എന്ന് പറഞ്ഞാൽ കാരണം പല ആൾക്കാർക്കും പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാവില്ല. ചില ആൾക്കാർ കമ്പ്യൂട്ടറിന് മുന്നിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ജോലി എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഒരു എക്സസൈസ് ആയിരുന്നു. ഓക്കെ, ആ ഒരു മൂവ്മെന്റ് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എല്ലാവരും ഈ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ഈ ഒരു മൂവ്മെന്റ് ഇല്ല. അപ്പം അതിന് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക, ഇന്റൻഷനലി നമ്മൾ എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങളൊരു കുറച്ച് ദിവസം ഒന്ന് എക്സസൈസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ, നിങ്ങളുടെ എനർജി എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ആവും. ഈ എനർജി എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ആകുമ്പോൾ അതിനനുസരിച്ചുള്ള തോട്ട്സ് ആണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വരിക. ഓക്കെ, ഇപ്പം നിങ്ങൾ മടിയനായിട്ട് ഇരിക്കുക, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിങ്ങള് മടി വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല അല്ലെ. മടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു അവസ്ഥ. ഒരു സ്ഥലത്തേക്കും പോവാനോ അവിടെ നിന്ന് ഇളകാനോ തോന്നാത്ത അവസ്ഥയാണ് മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. എന്നാൽ ആ സമയത്ത് വരുന്ന ചിന്തകൾ എന്തായിരിക്കും, ഒന്നും ചെയ്യണ്ട എന്നുള്ള രീതിയിലുള്ള ചിന്തകളായിരിക്കും. പക്ഷെ പിന്നീട് അത് റിഗ്രറ്റ് വരാറുണ്ട്. ഓക്കെ, എന്നാ നമ്മള് ബോഡി മൂവ്മെന്റ്സ് നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും നടത്തോ അല്ലെങ്കിൽ എക്സസൈസോ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള എനർജി, ഓക്കെ, അതെന്ത് ചെയ്യും, എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ആവുന്ന സമയത്ത് നമ്മളുടെ ഈ എനർജി വരുന്ന സമയത്ത് നമുക്ക് ആ സമയത്തുള്ള ചിന്തകൾ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗുഡ് ഫീൽ തരുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് അവയർനെസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ചിന്തകൾ എങ്ങനെയാണ്, ഇനി എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുന്ന ചിന്തകൾ എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡി മൂവ്മെന്റ്സ് ഒക്കെ നടത്തിയിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ എന്തായിരിക്കും, മോർ പോസിറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെയുള്ളതായിരിക്കും. ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ടാവും. ചില ആ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ചില ദിവസം വളരെ ഡള്ളായിരിക്കും. എന്നാൽ നിങ്ങൾ ഒരുപാട് ബോഡി മൂവ്മെന്റ്സ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ആക്ഷൻസ് ഒക്കെ എടുത്തുള്ള ദിവസങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ജോലികൾ അന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എന്താണ്, നിങ്ങൾക്ക് ജോലി ചെയ്യണം തോന്നണം, ആദ്യം തോന്നണം, മനസ്സിൽ തോന്നണം അല്ലെ, എന്നാലേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ ഈ തോട്ട്സ് എന്ത് ചെയ്യും, ഒരുപാട് ബോഡി മൂവ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, തോട്ട്സ് നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുന്നതാണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങൾ കൂടുതൽ കാര്യം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം എക്സസൈസ് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മുടെ എനർജി ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നടത്താനും അതിനനുസരിച്ചുള്ള നല്ല തോട്ട്സ് നമ്മുടെ ലൈഫിലേക്ക് വരാനും ഹെൽപ്പ് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ നിങ്ങളുടെ തോട്ട്സ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്റൻഷനലി നിങ്ങളുടെ തോട്ട്സ് പോസിറ്റീവ് ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്യാനും അത് നിങ്ങളിൽ പോസിറ്റീവ് തോട്ട്സിന്റെ എണ്ണം കൂട്ടാനും നിങ്ങൾ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ 100 പോസിറ്റീവ് തോട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ 100 തോട്ട്സ്, ആ 100 പോസിറ്റീവ് തോട്ടിനനുസരിച്ചുള്ള റിസൾട്ട് ആണ് നിങ്ങളുടെ ലൈഫിൽ വരിക. നിങ്ങളത് 500 ആക്കുകയാണെങ്കിൽ 500-നനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങളത് 1000 ആക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിനനുസരിച്ച് റിസൾട്ട് വരും. ഓക്കെ, അപ്പം എത്രത്തോളം ആക്കുന്നോ അത്രത്തോളം റിസൾട്ടുകളാണ് നിങ്ങളുടെ ലൈഫിൽ വരിക. എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് തോട്ട്സ് വരുമ്പം സ്വാഭാവികമായിട്ടും 2025 നിങ്ങൾ ഇത്രയും കാലം ചെയ്യാൻ മടിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് റീസെന്റ് റിയലൈസ് ചെയ്ത കാര്യമാണ്, നമ്മൾ ഫിയേഴ്സ് എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇല്യൂഷൻ ആണ് ആക്ച്വലി. ഓക്കെ, അപ്പൊ നമ്മൾ മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഒരു കാര്യം ചെയ്യുമ്പോൾ, പബ്ലിക്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടെങ്കിൽ കൂടിയും ആ കാര്യം നമ്മൾ ധൈര്യത്തോടാണ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മറ്റുള്ളവർ ഒന്നും നമ്മളെ പറ്റി വിചാരിച്ചിട്ടില്ല. ഓക്കെ, ഇതുപോലെ ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് ഫിയേഴ്സ് ആയിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, കുറെ ഒക്കെ ഇല്യൂഷൻസ് ആണ്. ഓക്കെ, മറ്റുള്ളവർ നമ്മളെ ചിന്തിക്കുന്നു വിചാരിക്കുന്ന പലരും പലതും എന്താണ്, ഇല്യൂഷനാണ്. ചിലപ്പോൾ നമ്മൾ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ എന്നോട് നെഗറ്റീവായിട്ട് പറയുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ള ആളായിരിക്കും ചിലപ്പം ആ കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പം എല്ലാ ഫിയേഴ്സും നമ്മുടെ മൈൻഡ് സെറ്റിൽ നിന്ന് വരുന്നതാണ്. നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിൽ ഒരു ഫിയർ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ലൈക്ക് ഈവൻ നമ്മുടെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ സ്റ്റേജിൽ പോയിട്ട് ഡാൻസ് ചെയ്യുന്ന നമുക്ക് കാണാം. അവർക്ക് എന്തെങ്കിലും ഫിയർ ഉണ്ടാവും? ഇല്ല. നമ്മളോട് പോയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ നമുക്ക് ഫിയർ ആണ്. മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഫിയർ ആണ് നമുക്ക് ഉണ്ടാവുക, അല്ലെ?
ഓക്കെ. പക്ഷെ കുട്ടികൾക്ക് ഇതില്ല. കുട്ടികൾ അവിടെ ഡാൻസ് കളിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പൊ നമ്മളും ഇതുപോലെ കുട്ടികളായിരുന്നു. പിന്നീട് മൈൻഡ് ഡെവലപ്പ് ചെയ്തപ്പോഴാണ് ഈ ഫിയറും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്ത് വന്നതെന്നുള്ളതാണ്. അല്ലെ? അപ്പം ഇത് എന്ത് ചെയ്യണം? വൺസ് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ തിരുത്തേണ്ടത് എന്താണ്? നമ്മൾ തന്നെയാണ്. ഓക്കെ. അതിനെ തിരുത്താനായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യണം? അതിന് ശ്രമിക്കണം. കാരണം മൈൻഡ് സെറ്റ് രൂപപ്പെട്ടത് ഒരുപാട് കാലം എടുത്തിട്ടാണെങ്കിൽ അത്രയും കാലം വേണ്ടെങ്കിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചു കാലമൊക്കെ എന്ത് ചെയ്യണം? കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഒരു നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതിനനുസരിച്ചുള്ള രോഗമായിരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള രോഗമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക പുറത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തത് നമ്മൾ ആദ്യം പറഞ്ഞ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക നന്നായിട്ട് ചെയ്യാം. ഓക്കെ. രണ്ടാമത്തെ കാര്യം ഓക്കെ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് എപ്പോഴും കൊടുക്കുക സെൽഫ് കെയർ ആക്ടിവിറ്റീസിനാണ് കേട്ടോ. ഓക്കെ. അത് നമ്മളെ യുണീക്ക് ആയിട്ട് മാറ്റുന്നതും നമ്മൾക്ക് വളരെ കൂളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതും നമുക്കൊരു അഹങ്കാരം അങ്ങനത്തെ ഇല്ലാതെ ഹമ്പിൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നതും ഒക്കെ എന്താണ് ഈ സെൽഫ് കെയർ ആക്ടിവിറ്റീസിലൂടെയാണ്. ഓക്കെ. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞ എന്താണ് നമ്മള് എന്തായിരുന്നു നെക്സ്റ്റ് വൺ സെക്കൻഡ് വൺ എന്തായിരുന്നു? ആ ബിഗ് ഡ്രീംസും വിഷൻസും ഉണ്ടാവും അല്ലെ? ബിഗ് ഡ്രീംസും വിഷൻസും ഉണ്ടാവാം. ഓക്കെ. നമുക്കൊരു ആഹ്, ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരിക. നമ്മുടെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യും ഗ്രാജുവലി ഡെവലപ്പ് ആയിട്ട് വരും. മൂന്നാമത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് എന്ത് കാര്യങ്ങളും ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഓക്കെ. നാലാമത്തെ കാര്യം പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം കൂടുതൽ നമ്മൾ എൻഗേജ്ഡ് ആവാം. ഓക്കെ. അഞ്ചാമത്തെ കാര്യം എക്സസൈസ്, ബോഡി മൂവ്മെന്റ്സ്. ഓക്കെ. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇതിനനുസരിച്ച് നമ്മുടെ തോട്ട്സ് ഡെവലപ്പ് ആവുന്നതാണ്. ഓക്കെ. ഇനി ഇത് ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഓക്കെ. നിങ്ങൾക്ക് ലൈഫിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കാര്യത്തിൽ ഓക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന രണ്ട് കാര്യമാണ്. ഓക്കെ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. ഒന്ന് ഞാൻ സെൽഫ് അവയർനെസിന്റെ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് സെൽഫ് അവയർനെസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ സെൽഫ് അവയർ ആവുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം സെൽഫ് അവെയർ ആവുന്ന സമയത്ത് ആവുക പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിൽ എന്തുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അതിനെ നമ്മൾ അക്സെപ്റ്റ് തന്നെ വേണം. ഓക്കെ. നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇമ്പ്രൂവ്മെന്റ് വരുത്താനായിട്ട് പറ്റില്ല. ഓക്കെ. നമ്മുടെ ലൈഫ് എപ്പോഴും ഇമ്പ്രൂവ് ആയിട്ട് പോയപ്പോഴാണ് നമ്മൾ ഇത് രണ്ടും ഉണ്ട് എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന എല്ലാ ചിന്തകളും നെഗറ്റീവ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്നാൽ എല്ലാ ചിന്തകളും പോസിറ്റീവ് ആണെന്ന് ഞാൻ പറയില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്തകൾ രണ്ട് തരം സെൽഫിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. നിങ്ങൾ ഈ രീതിയിൽ ഇത് മനസ്സിലാക്കിയാൽ മതി. ഒന്ന് ട്രൂ സെൽഫും ഒന്ന് ലോവർ സെൽഫും. ഓക്കെ. ഒന്ന് ട്രൂ സെൽഫും ഒന്ന് ലോവർ സെൽഫും. ഓക്കെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഞങ്ങൾക്കൊന്ന് ലൈഫിൽ എന്ത് ചെയ്യണം ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ട്രൂ സെൽഫിൽ നിന്ന് വരുന്ന തോട്ടാണ്. ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് വേണം അല്ലെങ്കിൽ എനിക്കൊന്ന് ഹെൽത്തി ആവണം. ഓക്കെ. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം ഈ കാര്യം നേടിയെടുക്കണം. ഓക്കെ. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് വരുന്ന നല്ല തോട്ട്സ് ഓക്കെ എന്താണ് ട്രൂ സെൽഫിൽ നിന്ന് വരുന്ന തോട്ട്സ് ആണ്. ഓക്കെ. ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോളോ ചെയ്യാൻ എപ്പോഴും. ഓക്കെ. ട്രൂ സെൽഫ് എപ്പോഴും നമുക്ക് സന്തോഷം തരുന്നതും നമുക്ക് ചിലപ്പോൾ ഒരു അഡ്വഞ്ചറസ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിൽ കൂടിയും നമുക്കൊരു ത്രില്ല് തരുന്നതൊക്കെ ആണെങ്കിൽ കൂടിയും അത് നമുക്ക് ലൈഫിനെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യിക്കുന്നതായിരിക്കും ട്രൂ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ തോട്ട്സുകൾ. ഓക്കെ. എന്നാൽ ലോവർ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ നിന്നും തോട്ട്സുകൾ വരും. ഓക്കെ. അത് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകളായിരിക്കും. ഓക്കെ. എനിക്ക് ഇയാളെ തോൽപ്പിക്കണം അല്ലെങ്കിൽ തോൽപ്പിക്കണം എന്നതിനപ്പുറത്ത് ആഹ് എന്ത് ചെയ്യണം ഞാൻ ജയിക്കണം എന്ന് ചിലപ്പോൾ തോന്നും. പക്ഷെ അതിന് കാരണം എന്തായിരിക്കും മറ്റാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ. അപ്പം അങ്ങനെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ റിസൾട്ട് അച്ചീവ്മെന്റ് ഉണ്ടാക്കണം. ഓക്കെ. അങ്ങനത്തെ രീതിയിലുള്ള തോട്ട്സുകൾ. ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ജിമ്മിന് പോകുന്ന ആൾക്കാര് ജിമ്മിന് പോയി തുടങ്ങുക എന്താണ് എനിക്ക് ഹെൽത്തി ആവണം എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടെയാവും. ഓക്കെ. അത് ട്രൂ സെൽഫിൽ നിന്നുള്ളാവും. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാല് പിന്നെ എന്ത് ചെയ്യും
ആം, പിന്നെന്താണ്, കോമ്പറ്റീഷൻ മൈൻഡാണ് അവിടെ എന്ത് ചെയ്യാൻ മനസ്സിൽ വരിക. ഓക്കെ, ഇയാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഹെൽത്തി ആവണം, അല്ലെങ്കിൽ അയാളെ കാളും അടിപൊളിയാവാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽത്തി ആവണം എന്നുള്ള രീതിയിലായിരിക്കും. അപ്പം ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടായിരിക്കും നമുക്ക് ഉണ്ടാവാം. അപ്പൊ അതിനെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട്, ഓക്കെ, അപ്പം സെൽഫ് തന്നെ ട്രൂ സെൽഫ് ഉണ്ട്, ലോവർ സെൽഫ് ഉണ്ട്. ട്രൂ സെൽഫ് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, നമുക്ക് നമ്മൾ തന്നെ ആയിരിക്കും കോമ്പീറ്റ് ചെയ്യുക. ഇന്നലത്തേക്കാളും നാളെ ബെറ്റർ ആവുക, നാളത്തേക്കാളും മറ്റന്നാൾ ബെറ്റർ ആവുക, ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ ട്രൂ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് അവരെ അടിച്ചിടണം, അല്ലെങ്കിൽ അവരെക്കാൾ ഇതാക്കണം, അല്ലെങ്കിൽ അപ്പോഴേ ഞാൻ ഹാപ്പി ആവുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ തോട്ട് വരുന്നുണ്ടെങ്കിൽ അതെന്താണ്, ലോവർ സെൽഫ് ആണ്. ഓക്കെ, അപ്പൊ എപ്പോഴും എന്ത് ചെയ്താൽ മതി, നമ്മൾ സെൽഫ് അവെയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറുക. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്കത് ലൈഫ് ലോങ്, നിങ്ങളിപ്പം 100 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ 100ാമത്തെ ബർത്ത്ഡേ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ആയിക്കൊണ്ടേ പോകാൻ പറ്റും. നിങ്ങള് മറ്റേ രീതിയിൽ നമ്മുടെ ഒപ്പമുള്ള ആൾക്കാരെക്കാട്ടും അപ്പുറം അവരെക്കാളും അടിപൊളി ആവണം എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുന്ന സമയത്ത് അവരെക്കാളും അടിപൊളിയായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, നമ്മുടെ ലൈഫിലെ ഇമ്പ്രൂവ്മെന്റ് എന്ത് ചെയ്യും, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ ഇന്നലത്തേക്കാളും നാളെ എന്ത് ചെയ്യും, ബെറ്റർ ആവും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഇമ്പ്രൂവ് ആവാം. അത് നിങ്ങളുടെ ട്രൂ സെൽഫിൽ നിന്നുള്ള തോട്ട്സ് ആണ്. ഓക്കെ, ഇനി ലോവർ സെൽഫിൽ നിന്നാണ് പിന്നെയുള്ള ബാക്കിയുള്ള എല്ലാ നെഗറ്റീവ് തോട്ട്സ് കേട്ടോ. ഓക്കെ, അതായത് നമ്മുടെ ലൈഫിൽ നമ്മുടെ മൈൻഡ് സെറ്റിൽ വന്നിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കാരണം വരുന്ന തോട്ട്സുകളൊക്കെ എന്താണ്, ലോവർ സെൽഫിലുള്ളത്. അപ്പം നിങ്ങൾക്ക് ഉണ്ടാവും, എന്റെ തോട്ട്സിലൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ ലൈഫിൽ സക്സസ് ആവാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്താൽ സെൽഫ് അവെയർ ആയാൽ മതി. ഓക്കെ, ഒരു തോട്ട് വരുന്ന സമയത്ത് ഇത് ട്രൂ സെൽഫിൽ നിന്നാണോ ലോവർ സെൽഫിൽ നിന്നാണോ. ലോവർ സെൽഫിൽ നിന്നാണെങ്കിൽ ഞാൻ അതിനെ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ട്രൂ സെൽഫിൽ നിന്നാണെങ്കിൽ, അതായത് നമുക്ക് ഒരു സന്തോഷം, പോസിറ്റിവിറ്റി, ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഒരു സ്നേഹം, ഒരു വിശാലത ഒക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള തോട്ടുകൾ നമുക്ക് വരികയാണെങ്കിൽ, നമുക്ക് സക്സസ് ആവണം, ഹെൽത്തി ആവണം, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ചെയ്തു കൊടുക്കണം, ഓക്കെ, നമ്മൾ സക്സസ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തോട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പം അത് നിങ്ങൾ ഒന്ന് അവെയർ ആവുക, ട്രൂ സെൽഫും ലോവർ സെൽഫും തോട്ട്സുകൾ അവെയർ ആവുക, എന്നിട്ട് ട്രൂ സെൽഫിലത്തെ തോട്ട്സുകൾ എന്ത് ചെയ്യുക, എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം, കോൺഫിഡൻസ് ആൻഡ് ഫിയർ. ഓക്കെ, നമ്മൾ ലൈഫിൽ ഏതൊരു കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാലും ഒന്നല്ലെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ ഫിയർഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഫിയർ, ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഫിയർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാനായിട്ട് നമുക്ക് പേടിയാണെങ്കിൽ അതിന്റെ ആക്ച്വലി അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, ആ കാര്യത്തില് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് നമ്മുടെ ഉള്ളിലുള്ളതാണ് അർത്ഥം. ഓക്കെ, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ധാരണയാണ് ആ കാര്യത്തിനെ പറ്റി എനിക്കുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇതൊന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് തരാം. നിങ്ങൾ ട്രൂ സെൽഫിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു കാര്യം ചെയ്യണം തോന്നും, പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വേറൊരു തോട്ട് വരും. എന്താ, അത് നീ ചെയ്യണ്ട, അത് നീ ചെയ്താൽ ശരിയാവൂല എന്നൊരു തോട്ട് വരും. ഇതില് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ട്രൂ സെൽഫിൽ നിന്ന് വരുന്ന തോട്ടാണ് ചെയ്യണം തോട്ട്. നമ്മുടെ തെറ്റായിട്ടുള്ള നമ്മുടെ മൈൻഡ് സെറ്റിൽ നിന്ന് വരുന്ന തോട്ടാണ് എന്ത്, അത് നീ ചെയ്താൽ ശരിയാവില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളത്. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൂ സെൽഫിനെ ഫോളോ ചെയ്യാം. കാരണം ലോകത്തിലെ എല്ലാത്തിലും പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഉള്ളിൽ ഒരു കാര്യം ചെയ്യണം എന്ന് വളരെയധികം ഇഷ്ടത്തോടെ പാഷനേറ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യണം. ഓക്കെ, ആ കാര്യത്തിന് നിങ്ങൾ തടയുന്നത് എന്താണ്, ആക്ച്വലി നിങ്ങളുടെ ലോവർ സെൽഫിൽ നിന്നുള്ള തോട്ട് തന്നെ. നമുക്ക് പറയാം, നമ്മുടെ ഉള്ളിലത്തെ ഫ്രണ്ടും, സോറി, നമ്മുടെ ഫ്രണ്ടും നമ്മുടെ എനിമിയും നമ്മൾ തന്നെയാണ്. നമ്മുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മുടെ ട്രൂ സെൽഫാണ്. നമ്മുടെ എനിമി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലോവർ സെൽഫാണ്. ഓക്കെ, അപ്പൊ നമുക്ക്, നിങ്ങൾ എപ്പോഴും ലൈഫിൽ നോക്കിക്കോ, നിങ്ങൾക്ക് എന്തുണ്ടാവും അറിയോ, ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നലുകൾ വരും, പക്ഷെ നിങ്ങളെ തന്നെ പിടിച്ചു വലിക്കുന്ന തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനെ എങ്ങനെ കണ്ടാൽ മതി, ചെയ്യണം എന്നുള്ള തോട്ടിനെ ട്രൂ സെൽഫിൽ നിന്നുള്ള തോട്ടായിട്ടും, അതിനെ നിന്നെ കൊണ്ട് അത് പറ്റൂല എന്നുള്ള തോട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ, അതിനെ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഡൗട്ടും ഫിയറൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതിനെ ലോവർ സെൽഫായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയോ, ട്രൂ സെൽഫിനെ ഫോളോ ചെയ്യാനും ആ കാര്യം നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കി നിങ്ങളുടെ ലോവർ സെൽഫ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്യൂഷൻ ആയിരുന്നു. ഓക്കെ, എന്റെ ലൈഫിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ ആക്ച്വലി എന്താണ്, ഇതാണ്. ഇതൊക്കെ ഞാൻ എന്താണ്, മുന്നേ പേടിച്ചിരുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അതെന്റെ ഒരു ഉള്ളിലുള്ള സംഭവമാണ്. എനിക്കൊരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും എന്നൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യാതിരിക്കും ഞാൻ.
ഓക്കെ, മുന്നേ അങ്ങനെ ആയിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു, മറ്റുള്ളവർ എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല, കാരണം എന്റെ ഉള്ളിൽ നിന്ന് പാഷനേറ്റ് ആയിട്ട് വന്ന ഒരു ആഗ്രഹമല്ലേ, അത് ഞാൻ ചെയ്തു നോക്കട്ടെ. ഓക്കെ, എന്നിട്ട് എന്ത് നോക്കാലോ മറ്റുള്ളവരത് ചിന്തിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, എനിക്ക് മനസ്സിലാവും മറ്റുള്ളവർ എന്നെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. ഓക്കെ, അത് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ പറ്റി ചിന്തിച്ചാലും എന്നെ യാതൊരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, അത് ബാധിക്കുന്നില്ല. അത് ഞാൻ അറിയുന്ന പോലും ഇല്ല എന്താ എന്നെ പറ്റി ചിന്തിക്കണമെന്ന്. അതെന്റെ ഒരു വിഷയമല്ല എന്നുള്ള രീതിയിൽ നോർമൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അത് ഫീൽ ചെയ്യുള്ളൂ എന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് നമ്മളെ പറ്റി ചിന്തിക്കുന്നു, നമ്മൾ അങ്ങനെ തോന്നലുകൾ വരുന്നത് പോലെ എന്താണ് ആക്ച്വലി നമ്മുടെ മൈൻഡ് സെറ്റിൽ ആ കാര്യം ചെയ്യുന്നതിലുള്ള മടിയല്ല, ഫിയർ ആണ്. അല്ലെങ്കിൽ ആ കാര്യത്തിനെ പറ്റി തെറ്റായിട്ടുള്ള ധാരണ നമ്മുടെ ഉള്ളിലുള്ളതാണ്. ആൾക്കാരെ പറ്റിയിട്ട് തെറ്റായിട്ടുള്ള ധാരണ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ളിൽ ഒരു കാര്യം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തോട്ടിന് നമ്മൾ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെ നമ്മൾ നേടിയെടുക്കണം. അത് നേടിയെടുത്തിട്ട് നമ്മൾ ആലോചിക്കുക ഇപ്പൊ എന്താണ് ഇതിനെ പറ്റിയുള്ള തോട്ട് നമുക്ക് ആലോചിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാവും അന്ന് ഞാൻ വെറുതെ വിചാരിച്ചാണ് മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടോ അതൊക്കെ വെറുതെ തോന്നിയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ചെയ്യാൻ നല്ല രീതിയിൽ നല്ല പാഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ ആഗ്രഹമുള്ള കാര്യങ്ങൾ, ഇവൻ ചെറിയ കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാം, അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അത് അക്കംപ്ലിഷ് ചെയ്യുന്നതിൽ അച്ചീവ്മെന്റ് ആണ്, അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് നിങ്ങൾ കാണാം, ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ചെയ്തെടുക്കുക. അത് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി, എന്ത്, ഇപ്പോ എനിക്ക് അന്ന് ഉണ്ടായിരുന്ന ഫിയേഴ്സ് ഒക്കെ ഇപ്പൊ എനിക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അന്ന് ഫിയേഴ്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ, മറ്റുള്ളവരെ എന്നെ പറ്റിയിട്ട് നെഗറ്റീവ് ആയിട്ടാണോ അപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ചിന്തിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അത് വെറും ഇല്യൂഷൻ മാത്രമായിരുന്നു. ഓക്കെ, കാരണം ഈ ഇപ്പം ഫാറൂഖിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫാറൂഖ് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഫാറൂഖിന്റെ ചിന്തയില്, ഞാൻ നോർമലി ഒരു ഹ്യൂമൻ മൈൻഡിന്റെ കാര്യം പറയട്ടോ, ഫാറൂഖിന്റെ ചിന്തയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരെല്ലാരും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചിന്തയായിരിക്കും ഉണ്ടാവുക. ഞാൻ ചെയ്യുമ്പം ഞാനും എന്താ ചിന്തിക്കുക, മറ്റുള്ളവരെല്ലാരും എന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നാണോ. മാജിദ ചെയ്യുമ്പോഴാണെങ്കിലും മാജിദയുടെ ഉള്ളിൽ എന്തായിരിക്കും, മറ്റുള്ളവരെല്ലാരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുക എന്നാവും. പക്ഷെ എല്ലാവരുടെ ഉള്ളിൽ ഈ ചിന്തയാണ്, എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആക്ച്വലി എന്ത് ചെയ്യുന്നില്ല, മറ്റുള്ളവർ ആരും നമ്മളെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല, എല്ലാവരും അവരവരെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് തോട്ട്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ നല്ലൊരു ആഗ്രഹമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതെ നമ്മളെ പിടിച്ചു വലിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ട്രൂ സെൽഫ് ആണ് നിങ്ങൾക്ക് ആ ആഗ്രഹം വിട്ടു തന്നിട്ടുള്ളത് എന്ന് ദൃഢമായിട്ട് വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ആ ആഗ്രഹങ്ങളെ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ സ്റ്റെപ്പുകൾ എടുക്കുക. നിങ്ങൾ ചെറിയ സ്റ്റെപ്പുകൾ എടുത്താലും മതി. ഓക്കെ, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഓക്കെ, പകരം നിങ്ങൾ ലോവർ സെൽഫിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ലോവർ സെൽഫ് പറയുന്ന മറ്റുള്ളവരെന്ത് ചിന്തിക്കും, എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ഫിയർ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലത്തും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഗ്രോത്ത് മൈൻഡ് സെറ്റ് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ട്രൂ സെൽഫിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, ലോവർ സെൽഫിനെ എന്ത് ചെയ്യുക, വിശ്വസിക്കാതിരിക്കുക. അതന്നെ ട്രൂ ട്രൂ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല സോറി, ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മളെ നമുക്ക് ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള തോട്ട്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, അത് ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോവാ. അപ്പം എന്ത് ചെയ്യും, ലോവർ സെൽഫിൽ നിന്ന് വരുന്ന തോട്ട്സുകൾ എന്ത് ചെയ്യും, നമ്മള് അതിന് ശ്രദ്ധിക്കാതെ ആ ട്രൂ സെൽഫ് പറഞ്ഞ കാര്യം അച്ചീവ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, ഈ ലോവർ സെൽഫ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നോണായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, മൈൻഡ് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആണ്, വിച്ച് മീൻസ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആണ്. ഓക്കെ, ഞാൻ ഫാറൂഖിനോട് ചെറുപ്പത്തില് ഫാറൂഖെ നീ നല്ലതാണ്, പോസിറ്റീവ് ആണ്, കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഫാറൂഖിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഫാറൂഖിന്റെ മനസ്സിൽ എന്താണ്, ഫാറൂഖിനെ പറ്റി നല്ല ധാരണ ഉണ്ടാവുക. എന്നാൽ നേരെ മറിച്ചിട്ട് ഞാൻ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഫാറൂഖിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫാറൂഖിന്റെ ഉള്ളിൽ ഫാറൂഖിനെ പറ്റി തെറ്റായിട്ട് ധാരണ ഉണ്ടാവുക. കാരണം മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലൈൻഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളാണെങ്കിലും ആ ഒരു ഇതിൽ നിന്നാണ് ജീവിച്ച് വളർന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ എന്ത് കേട്ടിട്ടാണോ വളർന്നത് അതിനനുസരിച്ച് ധാരണ നമുക്ക് ഉണ്ടാവാം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ എന്തുണ്ടാക്കണം, നമ്മുടെ ഉള്ളിലുള്ള മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മളെ തളർത്തുന്ന ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനെ നമ്മൾ കെയർ ചെയ്യാതെ, അല്ലെങ്കിൽ അതിനെ അവിടെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ ഉള്ളിലത്തെ പോസിറ്റീവ് ആയിട്ടുള്ള തോന്നലുകളെ ഫോളോ ചെയ്ത് നമ്മൾ പോകണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും എന്തിന്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, നല്ല ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും നമ്മള് നമ്മൾക്ക് ഏതൊരു കാര്യം കോൺഫിഡൻസും, നമുക്ക് ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും ഒന്നില്ലെങ്കിൽ അതിൽ കോൺഫിഡൻസ്, അതിലേക്ക് നമുക്ക് ഫിയർ ഉണ്ടാവാം. ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു എക്സാം എടുക്കുന്ന സമയത്ത്, എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ മതി, എക്സാം എന്ന് പറയുന്ന സംഭവം നമുക്ക് ഫിയർ ആണോ കോൺഫിഡൻസ് ആണോ തരുന്നത്. ഓക്കെ,
ഒന്നില്ലെങ്കിൽ അത് കോൺഫിഡൻസ് ആയിരിക്കും. കോൺഫിഡൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂളായിട്ട് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഫീലാണ് എക്സാമിനോട് ഉള്ളതെങ്കിൽ കൂളായിട്ട് എക്സാം എഴുതാൻ പറ്റും. ഫിയർ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? വളരെ സ്ട്രെസ്ഡ് ആയിട്ട് ടെൻസ്ഡ് ആയിട്ടാണ് എന്ത് എക്സാം എഴുതുക. രണ്ടുപേരും എഴുതും. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യും? രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് എഴുതുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഫിയർ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? നിങ്ങളുടെ കോൺഫിഡൻസ് ആക്കി മാറ്റേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം അല്ലെ, 10ാം ക്ലാസ് എക്സാം എഴുതുന്ന സമയത്ത് അതിന് ഫിയർ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഫിയറോടുകൂടെ നമ്മൾ അത് എഴുതി. പിന്നെ +1 +2 കഴിഞ്ഞു. +2 എത്തിയിട്ട് അപ്പൊ നിങ്ങൾ 10ാം ക്ലാസ് ഒന്നുകൂടി എഴുതുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും എന്ത്? 10ാം ക്ലാസ് കൂളായിട്ട് എനിക്ക് എഴുതാൻ പറ്റും. കാരണം എന്താ? നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്നതിന് മുന്നേ അത് ഫിയർ ആണെങ്കിൽ കൂടിയും നിങ്ങൾ അത് പഠിച്ച് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആയിട്ട് മാറി. അത് സിമ്പിൾ ആണെന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വന്നു. ഓക്കെ, പക്ഷെ പിന്നീട് 10ാം ക്ലാസ് എഴുതേണ്ട ആവശ്യം നിങ്ങൾക്ക് വരാത്തതുകൊണ്ട് തന്നെ അതിൽ യാതൊരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിന് എഴുതുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന നിങ്ങളുടെ ആ ഒരു ഫിയർ എന്തുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടായില്ല? ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ഒക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു പാഠം എന്ന് വെച്ചാൽ 10ാം ക്ലാസ് ഒക്കെ വളരെയധികം സിമ്പിൾ ആയിരുന്നു. അല്ലെങ്കിൽ അത് അത്ര അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള സംഭവമാണ്. ഇതുപോലെയാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് നമ്മുടെ ഇപ്പം ഫിയർഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. അത്രയും പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, പക്ഷെ അതിന് നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവണം. അപ്പോഴാണ് നമുക്ക് ആ കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് റിയലൈസ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മരിക്കുന്നത് വരെ ഇതൊക്കെ എനിക്ക് പേടിയാണ്, ഇതൊന്നും ഞാൻ ചെയ്യില്ല എന്നുള്ള രീതിയിൽ പേടിയായിട്ട് വെക്കും. ഓക്കെ, നമ്മളുടെ ഡ്യൂട്ടി എന്താണ്? എന്തൊക്കെ നമുക്ക് ഫിയർ ആയിട്ടുണ്ടോ അതിലൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ കോൺഫിഡൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം സെഷൻസ് എടുക്കുക എന്നുള്ളത് എനിക്കൊരു പക്ഷെ ഒരു കാലത്ത് എന്തായിരിക്കും? പേടിയുള്ള സംഭവമായിരിക്കും. പക്ഷെ അത് ഞാൻ എടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് അത് മാറും. ഓക്കെ, ഇതുപോലെ ഞാൻ അന്ന് പേടിച്ചിരുന്ന കാര്യങ്ങൾ, ഓക്കെ, സെഷൻസ് എടുക്കുന്ന കാര്യത്തിൽ ഞാൻ അന്ന് പേടിച്ചിരുന്ന കാര്യങ്ങൾ ഒരു സമയത്തുമ്പം അതൊക്കെ അന്ന് വെറുതെ പേടിച്ചതാണ് എന്നുള്ള സംഭവം എന്ത് ചെയ്യും? എനിക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പം 5ാം ക്ലാസ് കുട്ടീനോട് 1ാം ക്ലാസ് എക്സാം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ടാവില്ല? പേടി ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയാ ഈ പേടി വന്നത്? നമുക്കറിയാം അല്ലെ, പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എക്സാമിനെ പറ്റി ഭയങ്കരമായിട്ടാണ് ഹൈപ്പ് കയറ്റും. 10ാം ക്ലാസ് ആണ് കേട്ടോ, അത് അങ്ങനെ ആക്കിയില്ലെങ്കിൽ ഇങ്ങനെ ആവും, ഇങ്ങനെ ആക്കിയില്ലെങ്കിൽ ഇങ്ങനെ ആവും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേടി കയറ്റുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നത്? 10ാം ക്ലാസ് എന്ന് പറഞ്ഞ സംഭവത്തിനോട് പേടി വരുന്നത്. നമ്മുടെ മൈൻഡിൽ എക്സാം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമാണ് എന്നുള്ളൊരു സംഭവം അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഓക്കെ, പിന്നെ അത് എഴുതി കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? അത് അങ്ങനെ അല്ല എന്ന് മനസ്സിലാവുക. ഓക്കെ, പാരന്റ്സ് കുട്ടികളോട് പറയുന്നത് കുട്ടികൾ എങ്ങനെയും പഠിച്ചോട്ടെ അനുസരിച്ചാണെങ്കിൽ കൂടിയും കുട്ടികളുടെ ഒപ്പം എന്ത് ചെയ്യുന്നുണ്ട്? അത് ഫിയർ ആയിട്ട് ആ എക്സാം മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതുപോലെ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഫിയർ ആയിട്ടുണ്ടാവും. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കോൺഫിഡൻസ് ആക്കി നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് നമ്മൾക്ക് പാഷനേറ്റ് ആയിട്ടുള്ള നമുക്ക് ഡ്രീം ആയിട്ടുള്ള ഒരു കാര്യത്തില്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷന് അതിൽ അച്ചീവ്മെന്റ്സ് നേടിയെടുക്കുന്ന കാര്യത്തിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ആഹ് അതിൽ എന്തൊക്കെ ഫിയേഴ്സ് ആണ് നമുക്കുള്ളത് അതിനെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കോൺഫിഡൻസ് ആക്കി മാറ്റണം എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് ലോകത്തുള്ള എല്ലാത്തിനും ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോൺഫിഡൻസ് ആക്കി മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ആ വഴിയിലുള്ള കുറെ ഫിയേഴ്സ് ഉണ്ടല്ലോ, അതിനെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഫിയർ എന്നുള്ള സംഭവത്തിനെ മാറ്റിയിട്ട് കോൺഫിഡൻസ് ആക്കണം. അതിനൊന്നും ചെയ്യേണ്ട, നമ്മൾ അതിനെ ഫേസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ തന്നെ നമുക്ക് പകുതി മനസ്സിലാവും. വെറുതെ കുറെ പേടിച്ചു, വെറുതെ കുറെ ടെൻഷൻ അടിച്ചു അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യും? മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ഫിയർഫുൾ ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടോ അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്യേണ്ടതാണ്. കാരണം വേൾഡ് മൊത്തം പോസിറ്റീവ് ആണ്. ഫിയർ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും റിയാലിറ്റി അല്ല. അത് നമ്മുടെ ഉള്ളില് മറ്റുള്ളവർ എന്താണോ പറഞ്ഞു തന്നിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും ആ ഫിയർ എന്നുള്ളത്. ഓക്കെ, എക്സാമിന്റെ കാര്യം പറഞ്ഞതുപോലെ 10ാം ക്ലാസ് എക്സാം നമ്മൾ എഴുതിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എഴുതുന്നതിന് മുന്നേ നമുക്ക് പേടിയുണ്ടോ? ഉണ്ട്. എങ്ങനെയാ വന്നേ? എഴുതാതെ നമുക്ക് എങ്ങനെയാ 10ാം ക്ലാസ് പേടിക്കേണ്ട സംഭവം എന്ന് മനസ്സിലായത്? അത് നമ്മുടെ ഉള്ളിലെ ലൈക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതാണെങ്കിൽ കൂടിയും എന്താണ്? അതങ്ങനെ മറ്റുള്ളവർ പറഞ്ഞതിലൂടെ, മറ്റുള്ളവർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയ പിക്ചറിലൂടെ നമുക്ക് വന്ന പേടിയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് ലൈഫിൽ ഒരുപാട് ഭയങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏതൊരു ഭയം നിങ്ങൾക്ക് കോൺഫിഡൻസ് ആക്കി മാറ്റണമെങ്കിൽ അതിനെ ഫേസ് ചെയ്യാം. ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സംഭവം എന്ന് അറിയോ? അത് സെൽഫ് അക്സെപ്റ്റൻസ് ആണ്. കാരണം നിങ്ങൾ 0ൽ നിന്ന് 1ലേക്ക് പോവാണ്. സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? നിങ്ങൾ ആ
സംഭവത്തിനെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പെർഫെക്റ്റ് ആയിട്ടൊന്നും ആവില്ല. നമ്മൾ ഒരു പേടി നമ്മൾ മാറ്റണമെങ്കിൽ അതിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യം അതിൽ എങ്ങനെയെങ്കിലും അതിനെ ഫേസ് ചെയ്യാന്ന് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഫേസ് ചെയ്തു, ഓക്കെ, നമ്മൾ നല്ല റിസൾട്ട് അതിൽ ഉണ്ടാക്കി കൂടി പിന്നെ നമ്മുടെ ഉള്ളിൽ വരുന്ന തോട്ട് എന്തായിരിക്കും? ഒന്നും കൂടെ നന്നായിട്ട് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്ത അത്ര ശരിയായില്ല എന്നുള്ളതായിരിക്കും. അവിടെ നമുക്ക് സെൽഫ് അക്സെപ്റ്റൻസ് വേണം. എങ്ങനെ സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടാവുക? ഞാന് 0 ആയിരുന്നു, ഇപ്പൊ 1ലേക്ക് എത്തി. അപ്പൊ ഞാൻ ഇമ്പ്രൂവ് ആയിട്ടാണ് ഉണ്ടത്. ഓക്കെ, അത് മാത്രല്ല, ഞാൻ ഒരു കാര്യത്തില് എന്ത് ചെയ്തിട്ടുണ്ട്? ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? എന്നെ പൂർണ്ണമായിട്ട് സെൽഫ് അക്സെപ്റ്റ് ചെയ്യാണ്. ഇനിയും ഞാൻ സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇനിയും ഞാൻ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ സെൽഫ് അക്സെപ്റ്റൻസ് നടത്തുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റാം? നമുക്ക് ഏറ്റവും നന്നായിട്ട് എല്ലാ ഫിയേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം? ഫേസ് ചെയ്യാനായിട്ട് പറ്റാം. നമ്മൾ എപ്പോഴാണ് ലൈക്ക് നമുക്ക് സ്റ്റക്ക് ആയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഗിവ് അപ്പ് ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? സെൽഫ് അക്സെപ്റ്റൻസ് കുറയുമ്പോഴായിരിക്കും. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുള്ളതാ, ലൈക്ക് സൊസൈറ്റി നമ്മൾ എപ്പോഴും പുഷ് ചെയ്യാം, നമ്മൾ നിർബന്ധിക്കുന്നതിനറിയോ? ഒറ്റ ദിവസം കൊണ്ട് സക്സസ് ആവാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഞാനൊരു സെഷൻ എടുത്തെന്ന് വിചാരിച്ചോ. ഓക്കെ, സെഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാരോട് പറയും, നിനക്ക് അങ്ങനെ എടുക്കായിരുന്നില്ല, ഇങ്ങനെ എടുക്കായിരുന്നില്ല എന്ന്. പക്ഷെ ഞാൻ ഓഫ് മീ, എനിക്ക് എന്തായിരിക്കും ആ സെഷൻ എടുക്കുക എന്നുള്ളതായിരിക്കും എനിക്ക് ഇമ്പോർട്ടൻസ്. അല്ലെങ്കിൽ സെഷൻ എടുക്കുന്നതിന് മുന്നേ എനിക്ക് ഉണ്ടായിരുന്ന കഴിവിനേക്കാളും 1% കൂട്ടുക എന്നുള്ളതായിരിക്കും. അപ്പം ഞാൻ സെൽഫ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ സമയത്ത്, അത് ഞാൻ മനസ്സിലാക്കുന്ന സമയത്ത്, സ്വാഭാവികമായിട്ടും എനിക്കത് സെഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ഞാൻ ഇമ്പ്രൂവ് ആയി, ഇന്നലത്തേനേക്കാളും 1% ഇമ്പ്രൂവ് ആയി. പക്ഷെ എന്റെ സെഷൻ കേൾക്കുന്ന ചിലപ്പോൾ നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരെന്ന് പറയും, നീ മറ്റേ അയാളെടുത്തില്ലേ, ആ മറ്റേ ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനർ, അതുപോലെ ആയില്ല എന്ന് വെച്ചിട്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യുക. ഈ ജഡ്ജ്മെന്റ് കേൾക്കുമ്പോഴാണ് എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തുക. പക്ഷെ സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊക്കെ നമുക്ക് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ സെൽഫ് അവെയർ ആണ്, നമ്മൾ സെൽഫ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഞാൻ ഇന്നലെ 1 ആയിരുന്നു, ഇന്ന് 2 ആയി, നാളെ 3 ആവും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഓരോ സ്റ്റേജിലും നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങനെ നർച്ചർ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എത്ര നിങ്ങൾ 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾക്ക് ഗ്രാജുവലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യില്ല, ഒരിക്കലും നീ അങ്ങനെ ചെയ്തില്ലല്ലോ, ഇങ്ങനെ ചെയ്തില്ലല്ലോ എന്നും ആൾക്കാർ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ നമ്മൾ തളരൂല. കാരണം എന്താണ്? ഞാൻ ഇന്നലത്തേനേക്കാളും ഞാൻ ഇന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എന്നെ എന്റെ എല്ലാ ഇൻപെർഫെക്ഷനോട് കൂടെയും എനിക്കറിയാം ഞാൻ കുറെ ഇമ്പ്രൂവ്മെന്റ് ഇനിയും വരുത്താനുണ്ടെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. സ്റ്റിൽ ഞാൻ ഗ്രോയിങ് ആണ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഗ്രോ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സക്സസ്ഫുൾ ആവുള്ളൂ. ഓക്കെ, മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റ് കേട്ടിട്ട് തളരുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആ ഒരു കാര്യം, അവർ ചെയ്യുന്ന കാര്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, അത് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റണം? അവർക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അവർക്ക് അവയർനെസ് വേണം. ഇതൊക്കെ എന്താണ്? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങളിപ്പം ഏതൊരു കാര്യം ചെയ്യുന്നവരായിക്കോട്ടെ, അതിൽ നിങ്ങൾ 1ലാണെങ്കിൽ 2ലേക്ക് ചാടുക, 2 ആണെങ്കിൽ 3ക്ക് പോവുക. അതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് 100ലേക്ക് എത്തുള്ളൂ. ഓക്കെ, പക്ഷേ നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും? ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. നീ പെർഫെക്റ്റ് ആയില്ല എന്നുള്ള രീതിയിലുള്ള ജഡ്ജ്മെന്റ് എന്ത് ചെയ്യും? നമുക്ക് തരും. അങ്ങനെ കെയർ ചെയ്യണ്ട. സെൽഫ് അക്സെപ്റ്റ്, കണ്ടിന്യൂ ഗ്രോയിങ്. ഞാൻ പറയല്ലേ, നമ്മള് ഇന്നലത്തേക്കാളും നമ്മൾ ഇന്ന് ഇമ്പ്രൂവ് ആവും എന്നുള്ള രീതിയിലുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ആഹ് ഏ- വേറെ ഏതാളെ നമ്മൾ കമ്പയർ ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്നലത്തേക്കാളും ഇമ്പ്രൂവ് ആവുന്ന രീതിയിൽ നമ്മൾ ഇമ്പ്രൂവ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മരിക്കുന്ന ദിവസം വരെ നമ്മൾ എന്ത് ചെയ്യും? ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ APJ അബ്ദുൽ കലാം പറയാം അല്ലെ, ആള് ഇവൻ മരിക്കുന്ന ആ ദിവസം പോലും എന്താണ്? ആള് സ്പീക്കിങ്ങിന്റെ ഇടയിലാണ് എന്ത് ചെയ്തത്? മരിച്ചത്. ഓക്കെ, ഇതുപോലെ നമ്മളും ആ ഒരു നമ്മുടെ ലാസ്റ്റ് ഡേ, നമ്മുടെ ലൈഫിലെ ലാസ്റ്റ് ഡേ പോലും ആ ഒരു ഡേ പോലും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലൈഫിൽ പുതിയതായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇത് ആർക്ക് മാത്രമേ പറ്റുള്ളൂ? സെൽഫ് അക്സെപ്റ്റൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ സെൽഫ് അക്സെപ്റ്റൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ യുണീക്നെസ്സിനെ നിങ്ങൾ നർച്ചർ ചെയ്യുക. നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നുള്ള രീതിയിൽ നിങ്ങളെ തന്നെ നിങ്ങൾ സെൽഫ് കെയർ ചെയ്തിട്ട് കൊണ്ടുപോകുമ്പോഴാണ് നിങ്ങൾക്ക് ഏതൊരു കാര്യം ആയിക്കോട്ടെ അതിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റും. ഈവൻ ആ കാര്യത്തിൽ ഇതുവരെ ഒരാളും സക്സസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ സെൽഫ് കെയർ ചെയ്തിട്ട് ആ കാര്യത്തിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കാര്യത്തിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രോത്ത് ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്? ഓക്കെ, അങ്ങനെയുള്ള ഒരു ഗ്രോത്ത് ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്? ആ രീതിയിലാണ് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. നിങ്ങൾ നാളെ തന്നെ ഞാൻ സക്സസ് ആവും എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ക്ഷമ, അപ്പോഴാണ് ക്ഷമ ഇല്ലാത്തത്. ഓക്കെ, ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് 0-1 എത്താനും 1-2 എത്താനും അങ്ങനെ അങ്ങനെ ഗ്രോ ചെയ്യാനാണ് നമുക്ക് ക്ഷമ വേണ്ടത്. ഓക്കെ, അവിടെ നമുക്ക് സെൽഫ് അക്സെപ്റ്റൻസും ക്ഷമയും നല്ല എനർജി ഒക്കെ ഉണ്ടാവും. ഓക്കെ,
നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഗീവ് അപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ. മാത്രല്ല, നിങ്ങൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഗ്രോ ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറണം? ഈ സെൽഫ് അക്സെപ്റ്റൻസിലൂടെ, നിങ്ങളുടെ യൂണീക്ക്നെസ്സിലൂടെ ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറണം. അല്ലെങ്കിൽ എന്താണ്ടാന്ന് അറിയോ? നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുക, നിനക്ക് ഇതുണ്ടോ, ഇതില്ലെങ്കിൽ നിനക്ക് സക്സസ് ആവാൻ പറ്റില്ല. നിനക്ക് അതുണ്ടോ, അല്ലെങ്കിൽ സക്സസ് ആവാൻ പറ്റില്ല. അല്ലെങ്കിൽ നിനക്ക് ഇത്ര പൈസ ഉണ്ടോ, അല്ലെങ്കിൽ നിനക്ക് സക്സസ് ആവാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. പകരം നിങ്ങൾ സീറോയിൽ നിന്ന് ഹീറോ ആയിട്ട് മാറുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, മറ്റുള്ള ഒരുപാട് സീറോ ആയിട്ടുള്ള ആൾക്കാരെ ഹീറോ ആക്കി മാറ്റാനും നിങ്ങൾക്ക് ഇൻസ്പയറിംഗ് കൊടുക്കാൻ പറ്റുക. കാരണം എല്ലാ മനുഷ്യർക്കുള്ളിലും അൺലിമിറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ. അതിനെ ഒറ്റയടിക്ക് തുറക്കുക എന്നുള്ളതല്ല. ഓക്കെ. പക്ഷെ അറ്റ്ലീസ്റ്റ് സീറോയിൽ നിന്ന് 0.5 1 എന്നുള്ള രീതിയിലേക്ക് തുറന്നു കൊടുക്കുമ്പോൾ, ലൈക്ക് അങ്ങനെ തുറന്നു കൊടുക്കാനും അങ്ങനെ ഇമ്പ്രൂവ് ആവുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് പറ്റുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഓക്കെ. അപ്പൊ നിങ്ങളും ഇനി മറ്റുള്ളവരിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുന്ന സമയത്ത് അവർ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്, ഒരു പുതിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. മറ്റുള്ളവരെ ഈവൻ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് അവർ വരുത്തുന്നതിൽ കൂടിയും അവരെന്ത് ചെയ്യാം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ അവരാവില്ല, പക്ഷെ വേറെ ആൾക്കാർ എന്ത് ചെയ്യും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നതാണ്. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നിങ്ങൾ തോട്ട്സിൽ അവെയർ ആവേണ്ട രണ്ട് കാര്യം, ഒന്ന് ട്രൂ സെൽഫിലാണോ ലോവർ സെൽഫിലാണോ തോട്ട്സ് ഉള്ളത് നോക്കുക. ഓക്കെ. ട്രൂ സെൽഫിലുള്ള തോട്ട്സിനെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലോവർ സെൽഫിൽ നിന്ന് നിങ്ങളെ പിടിച്ചു വലിക്കുന്ന, നിങ്ങളെ കൊണ്ട് പറ്റൂല എന്നാണ് പറയുന്ന തോട്ട്സിന് തൽക്കാലം അത് വന്നോട്ടെ, അതിനെ സപ്രസ് ചെയ്യാനും നോക്കണ്ട, അത് അവിടെ ഇരുന്നോട്ടെ. പക്ഷെ എന്ത് ചെയ്യുക, നിങ്ങൾ ട്രൂ സെൽഫിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എന്ത് കാര്യങ്ങളും നിങ്ങളുടെ പാത്തില്, നിങ്ങൾ ചെയ്യേണ്ട പ്രൊഫഷനിലോ എന്തിലും ആയിക്കോട്ടെ, അതിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അതിനോട് കോൺഫിഡൻസ് ആണോ ഫിയർ ആണോ ഫീൽ ചെയ്യാൻ നോക്കുക. ഫിയർ ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ ഫേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനെ ഓവർകം ചെയ്യാം. അങ്ങനെ ഓവർകം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലാവും ഫിയറിൽ ഒരുപാട് കാര്യങ്ങൾ വെറുതെ ഫിയർ ആയിട്ട് കിടന്നതാണ് മനസ്സിലാവും. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഇന്നത്തെ ഒരു സെഷൻ. അപ്പൊ നിങ്ങളുടെ തോട്ട്സിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ത് ചെയ്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അത് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം. ഓക്കെ. ലൈക്ക് ഹൗ വാസ് ദിസ് സെഷൻ ഫോർ യു എന്നുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ അതിനു മുന്നേ നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഓക്കെ. ഏതെങ്കിലും കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. ഞാൻ ചില കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓക്കെ. മാജിദ് പറഞ്ഞു ഫിയർ ഉണ്ടാകും, എക്സാം ഹാളിൽ കയറിയാൽ കോൺഫിഡൻസ് ആക്കി മാറ്റും. യാ, വെരി ഗുഡ്, ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ. എനി ഡൗട്ട്സ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No. ഇല്ല. ഓക്കെ. എല്ലാം ക്ലിയർ ആണ്. ഓക്കെ. അപ്പം നിങ്ങൾ അവയർനെസ് കിട്ടി. ഇനി അവയർനെസ് കിട്ടിയ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യുക, സ്റ്റിക്ക് ചെയ്യുക. അതിലുള്ള ചെറിയ സ്റ്റെപ്പുകളായിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കുക. ഓക്കെ. അപ്പം അതിൽ ആക്ഷൻസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ അവയർനെസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് വരും. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് എന്ത് ചെയ്യും, അത് വരുന്നുള്ളതാണ്. അപ്പം അനഘ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് തോട്ട്സ് വന്നു പറഞ്ഞാൽ അനഘയുടെ എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു പ്രചോദനം കിട്ടും. ഓക്കെ. നിങ്ങൾക്ക് ഒരു ഫിയറിനെ നിങ്ങൾ കോൺക്യൂർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് അടുത്ത ഫിയറിനെ കോൺക്യൂർ ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടി എന്ത് ചെയ്യും, ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ അവയർനെസ് കിട്ടി, അതിൽ നിങ്ങൾ ഇനി ഓരോ ആക്ഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടും. ഓക്കെ. എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഒരു മോട്ടിവേഷൻ വരും, ഉള്ളിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ വരും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിന് എന്ത് ഇമ്പോർട്ടന്റ് ആണ്, ആക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. സോ ദാറ്റ്സ് ഫോർ ടുഡേ. അപ്പം ഇനി ആർക്കും ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാ, ഇന്നെടുത്ത ഇതിൽ നിങ്ങൾ ആക്ഷൻസ് എടുക്കുക. ഇതുപോലെ തന്നെ ആക്ഷൻസ് എടുക്കാൻ പറ്റിയതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ തോട്ടിന്റെ കാര്യത്തിൽ ഇപ്പം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ബോഡി മൂവ്മെന്റ്സ് എന്ത് ചെയ്യാൻ നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൽ ഫീൽ ചെയ്യുന്നത് നോക്കാം.
ഓക്കെ. അതുപോലെ തന്നെ നീ ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ ഫസ്റ്റ് ഡേയിൽ തന്നെ തന്ന ടാസ്ക് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. നല്ല കാര്യങ്ങൾ, ഓരോ ദിവസവും നടക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് വെക്കാം. അതെന്ത് ചെയ്യും, നിങ്ങളുടെ ഉള്ളിലത്തെ പോസിറ്റീവ് തോട്ട്സ് ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെയാണ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ള ടാസ്കുകൾ. ഓക്കെ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യേണ്ട ഈ ടാസ്കുകൾ അതിന് മുന്നേ എന്ത് ചെയ്യാ, നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. കുറച്ച് പേര് മാത്രമാണ് ടാസ്കുകൾ ചെയ്യുന്നുണ്ടോ എനിക്ക് അറിയില്ല, പക്ഷെ അപ്ഡേറ്റ് ചെയ്യുന്നത് കുറച്ച് പേര് മാത്രമാണ്. അപ്പം ബാക്കിയുള്ളവർ കൂടി എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഈ ക്ലാസ്സിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ടാസ്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവയർനെസിന്റെ ഒപ്പം എക്സ്പീരിയൻസ് കൂടി കിട്ടും. അതെന്ത് ചെയ്യും, ഈവൻ ഈ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ കാര്യത്തിൽ വർക്ക് ചെയ്യാനായിട്ട് കൂടുതൽ റിസൾട്ടുകൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കാനുള്ള പ്രചോദനം നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടുന്നുള്ളതാണ്. ഓക്കെ. അപ്പം അവയർനെസ്സുകൾ നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റാം. ഓക്കെ. സോ ടാസ്കുകൾ എന്ത് ചെയ്യരുത്, ചെയ്യാതിരിക്കരുത്. എപ്പോഴെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് സെൽഫിനായിട്ട് നിങ്ങൾ കണ്ടെത്തണം. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണല്ലോ അല്ലെ. ഓക്കെ. അത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, എല്ലാ ദിവസവും കീപ്പ് ചെയ്യുക. അതിൽ ഈ ടാസ്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. ഓക്കെ. അതിലൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സ്പീരിയൻസ് കൂടുതൽ ഉണ്ടാക്കാം. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സോ താങ്ക് യു ഫോർ ജോയിനിങ്, താങ്ക് യു ഫോർ ലിസണിങ്. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് നല്ല ചേഞ്ചസ് ലൈഫിൽ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ലൈഫ് ഓരോ ദിവസവും കൂടുതൽ ഹാപ്പി ആയിട്ടും കൂടുതൽ നിങ്ങളെ ഉള്ളിൽ തന്നെ ഒരു മോട്ടിവേഷൻ ഗൈഡൻസ് കിട്ടുന്ന രീതിയിൽ മാറും എന്ന് വിശ്വസിക്കുന്നു. സോ ദാറ്റ് ഫോർ ടുഡേ. ബൈ എവ്രി വൺ. താങ്ക് യു.